അഷ്ടമംഗല പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് താമ്പൂല പ്രശ്നചിന്തയാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. താമ്പൂല പ്രശ്നത്തിൽ 12 താമ്പൂലങ്ങളെ കൊണ്ടും ഭാവസംബന്ധിയായിട്ട് 12 ഭാവങ്ങളെ സംബന്ധിച്ചും സമഗ്രമായിട്ടും ഒരു ചിന്ത നമ്മൾ ചെയ്തു. അതിലൂടെ ഈ ഭൂപ്രദേശത്തിനെ സംബന്ധിച്ചുള്ള സാമാന്യമായിട്ടുണ്ടാവുന്ന അറിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതുകളൊക്കെ ഈ ഭൂമിയെ അനുകൂലവും പ്രതികൂലവുമായ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കും. അത് പ്രകൃതിയുടെ സ്വഭാവത്തിലും പ്രകൃതിയുടെ സൂക്ഷ്മ ഭാവങ്ങളിലും ആ ഭാവങ്ങളിലൂടെ മനുഷ്യന്റെ അനുഭവത്തിലും മനുഷ്യന്റെ സുഖദുഃഖാദി അനുഭവങ്ങളിലും സ്വഭാവ സവിശേഷതകളിലും ഒക്കെ പ്രതിഫലിക്കും എന്നാണ് നമ്മൾ ഇന്നലെ താമ്പൂല ചിന്ത കൊണ്ട് മനസ്സിലാക്കിയിരുന്നത്. അഷ്ടമംഗല പ്രശ്നം അതിൻ്റെ ചിന്താ പ്രകരണം, ചിന്താ പദ്ധതി തുടങ്ങുന്നത് ആദ്യമായിട്ട് ക്ഷണിക്കാൻ വന്ന സമയത്തിന്റെ ഗുണദോഷ നിരൂപണം ചെയ്തുകൊണ്ടാണ്. ഈ പ്രശ്നം ഒരു ദൈവജ്ഞൻ മുഖാന്തരം ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള സമഗ്രമായ വിഷയങ്ങളും അറിഞ്ഞ് അതിലുള്ള ദോഷ വിഷയങ്ങളെ പരിപൂർണമായിട്ടും മനസ്സിലാക്കി പരിഹരിച്ച് ഭൂമിയെ സംബന്ധിച്ചുണ്ടാവുന്ന ഈശ്വരീയമായിട്ടും പൈശാചികപരമായിട്ടും മാനുഷികപരമായിട്ടും ഉണ്ടാവുന്ന ഗുണദോഷങ്ങളെ മനസ്സിലാക്കി അതിലുള്ള ദോഷാംശങ്ങളെ മുഴുവനും പരിഹരിച്ചതിന് ശേഷം ഈ ഭൂമിക്ക് ഏറ്റവും അനുകൂലവും സുഖപ്രദവുമായിട്ടുണ്ടാവുന്ന സംവിധാനങ്ങളെ പുനഃസൃഷ്ടിച്ച് പുനഃസംവിധാനം ചെയ്ത് ശ്രേഷ്ഠമാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഈ സ്ഥലത്ത് വെച്ച് ഒരു അഷ്ടമംഗല പ്രശ്നം വേണം എന്ന താല്പര്യം കൃഷ്ണാക്കൾക്ക് ജനിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം ഒരു വ്യക്തിയിൽ, എനിക്ക് ഒരു ദൈവജ്ഞന്റെ അടുത്ത് പോയിട്ട് എൻ്റെ അനുഭവങ്ങളുടെ നിജമായ അവസ്ഥ, അതിൻ്റെ ഹേതു എന്ത് എന്ന ഒരു ജിജ്ഞാസ യാതൊരു സമയത്ത് വ്യക്തിയിൽ പ്രതിഫലിക്കുന്നുവോ ആ സമയം ജന്മാന്തരീയമായിട്ടുണ്ടാവുന്ന ദുരിതങ്ങൾക്ക് ഒരു ശമനത്തിന്റെ കാലഘട്ടം ആയി എന്നുള്ളതിൻ്റെ ആദ്യത്തെ അറിയിപ്പാണ്, അഥവാ ആത്മാവിൽ നിന്നുള്ള അതിൻ്റെ തുടിപ്പാണ്. അത് വ്യക്തിഗതമായിട്ടും സാമൂഹികമായിട്ടും അഥവാ ഒരു ഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും ശരി, ആ ജിജ്ഞാസ തീർത്തും അതിൻ്റെ ആത്മീയമായിട്ട് പരിണമിക്കും. അതില് ആചാര്യന്മാര് ശാസ്ത്രത്തിന്റെ പദ്ധതിയെ പ്രകരണസിദ്ധമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് പറയുന്നു, സംപ്രീര്യമാണസ്തു അവശരീരീ പ്രസഖ്യ ദൈവേന ശുഭാശുഭേന ജ്യോതിർവിദ സന്നിധ്യമേതി യസ്മാത് പ്രശ്നപ്യതോ ജന്മസമഫലേഷു എന്ന് പ്രമാണം പറയുന്നു. സംപ്രീര്യമാണസ്തു അവശരീരീ പ്രസഖ്യ ദൈവേന ശുഭാശുഭേന. അവിടെ ദൈവേന എന്ന ശബ്ദം
ശുഭാശുഭേന ദൈവേന എന്ന് അന്വയിച്ചു കഴിഞ്ഞാൽ ശുഭവും അശുഭവുമാവുന്ന ദേവനാൽ, ദൈവികമായ പ്രേരണയാൽ എന്ന് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സുഖദുഃഖങ്ങളുടെ കാരണം അന്വേഷിച്ചു പോകണം. ഞാൻ ഇന്ന രോഗം കൊണ്ട്, ഇന്ന ക്ലേശം കൊണ്ട്, ഇന്ന ദുഃഖം കൊണ്ട് ആത്മീയമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അഥവാ ഭൗതികമായിട്ട് ശാരീരികമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ക്ലേശങ്ങൾ, അത് സാമ്പത്തികമാവാം, കുടുംബപരമാവാം, സന്താനപരമാവാം, ആരോഗ്യപരമാവാം, ഈ തരത്തിലുണ്ടാവുന്ന ക്ലേശങ്ങൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അവനെ ശാസ്ത്രം വിശേഷിപ്പിക്കുന്നു അവശഃ. അവശഃ വശരഹിതഃ. അപ്പൊ എന്റെ സുഖദുഃഖങ്ങളുടെ കാരണം എന്ത് എന്ന് വശരഹിതനാണ് അവശൻ. ഇപ്പൊ ജീവിതാനുഭവത്തിൽ ഉണ്ടാവുന്ന സുഖങ്ങളാവട്ടെ ദുഃഖങ്ങളാവട്ടെ, അതില് സുഖങ്ങൾ വരുന്ന സമയത്ത് അഹങ്കാരത്തോടുകൂടെ ഇതെല്ലാം എൻ്റെ ഗുണമാണ് എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലും അവൻ അവശനാണ്, വശരഹിതനാണ്. എൻ്റെ സുഖങ്ങൾക്ക് കാരണം എന്ത് എന്ന് ചിന്തിക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ദുഃഖങ്ങളും. സാമ്പത്തിക ക്ലേശങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, ഇത്തരത്തിലുണ്ടാവുന്ന ദുഃഖങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായും സുഖങ്ങളിൽ നിന്ന് ഭിന്നമായി ദുഃഖം അനുഭവിക്കുന്നതിൽ പ്രയാസം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പ്രയാസത്തെ പ്രകടിപ്പിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള ക്ലേശങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്? ഈ ക്ലേശങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് അതിന്റെ കാരണത്തെ വശരഹിതനായിട്ടുണ്ടാവുന്ന മനുഷ്യൻ എത്തപ്പെടുന്ന ഏകമായ ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വൈദ്യന്റെ അടുത്താണ് എത്തേണ്ടത്. സാമ്പത്തിക ക്ലേശങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സാമ്പത്തികമായിട്ടുണ്ടാകുന്ന സഹായം ചെയ്യുന്ന സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ ആശ്രയിക്കുന്നു. എന്നാൽ ഇതുകളെ കൊണ്ടൊക്കെ മാനസികമായിട്ടുള്ള ക്ലേശം സഹിക്കുന്ന വ്യക്തി, അദ്ദേഹം നിരന്തരം ഈ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് ആത്മീയമായ അധപ്പതനത്തിലേക്ക് വീണ്ടും വീണ്ടും കൂപ്പുകുത്തി അവസാനം ദുഃഖത്തിൽ തന്നെ, പൂർണ്ണമായ നാശത്തിൽ തന്നെ അദ്ദേഹം പ്രാപിക്കുന്നു. ഒരിക്കലെങ്കിലും അദ്ദേഹം ആത്മീയമായി എൻ്റെ ഈ ക്ലേശത്തിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിക്കേണ്ടതായ ഒരു സാഹചര്യം വരുന്നുവെങ്കിൽ ആ സാഹചര്യത്തിലാണ് എനിക്ക് ഇതിന്റെ വ്യക്തമായൊരു കാര്യം അറിയണം എന്നുള്ള താല്പര്യം ജനിക്കുകയും ആ താല്പര്യപ്രകാരം ജ്യോതിർവിത്തിന്റെ, ദൈവജ്ഞന്റെ സന്നിധിയെ പ്രാപിക്കുകയും ചെയ്യണം. ജ്യോതിർവിദ സന്നിധിം ഏതി യസ്മാത് പ്രശോപ്യതോ ജന്മസമം ഫലേഷു. അപ്പൊ ഈ തരത്തിലുണ്ടാവുന്ന ശുഭാശുഭങ്ങളാവുന്ന ദേവനാൽ പ്രേരിപ്പിക്കപ്പെട്ട മനുഷ്യൻ, അവശനായിട്ടുള്ള മനുഷ്യൻ, ജ്യോതിർവിദ സന്നിധിം ഏതി യസ്മാത്, യാതൊരു സമയത്താണോ ദൈവജ്ഞന്റെ സന്നിധിയിൽ എത്തപ്പെടുന്നത് ആ സമയം മുഹൂർത്തശാസ്ത്രത്തെ കൊണ്ട് ഗുണദോഷങ്ങൾ അപഗ്രഥിച്ച് ആ ബുദ്ധിമാനായിട്ടുണ്ടാവുന്ന ദൈവജ്ഞൻ അദ്ദേഹത്തിന്റെ പൂർവകാലഘട്ടത്തിൽ, പൂർവകാലം എന്നുള്ളതിന് വ്യാഖ്യാനിക്കേണ്ടത് ഒന്ന് നമ്മുടെ പൂർവജന്മ കാലഘട്ടം,
പൂർവജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവുന്ന നല്ലതും ചീത്തയുമായ കർമ്മങ്ങളാണ് നമ്മളുടെ ജാതകമായിട്ട് പരിണമിക്കുന്നത്. ജന്മാർജിതം കർമാർജിതം പൂർവഭവേ സദാതി യസ്യ ഭക്തിം സമഭിവ്യനക്തി. ഈ ജാതകം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജാതകം നോക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ജാതകത്തിൽ രാജയോഗമുണ്ട്, കേസരിയോഗമുണ്ട്, മറ്റ് നല്ല ശ്രേഷ്ഠങ്ങളായ യോഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ തത്വം നമ്മൾ പെട്ടെന്ന് തന്നെ അഭിമാനിക്കാറുണ്ട്. എൻ്റെ ജാതകം ഇത്രയും ശ്രേഷ്ഠമാണ്, എൻ്റെ ജാതകത്തിൽ ഇത്രയും ഗുണങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ഈ നിഷ്കളങ്കനായിട്ടുള്ള ആത്മാവ് തൻ്റെ പഴയ വസ്ത്രത്തിൽ അഥവാ പഴയ ദേഹത്തിൽ നിന്നുകൊണ്ട് സമ്പാദിച്ചിട്ടുള്ള പുണ്യപ്രവർത്തനങ്ങളുടെ ഫലം മാത്രമാണ് ജാതകത്തിൽ ശ്രേഷ്ഠങ്ങളായ യോഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് അറിയുന്നില്ല. ഇപ്പൊ പൂർവഭവേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൂർവജന്മത്തിലോ അഥവാ തന്റെ ജന്മത്തിന് കാരണമായിട്ടുണ്ടാവുന്ന പിതാവിന്റെ കുലത്തിൽ ഉണ്ടായിട്ടുള്ള സുഖദുഃഖാദ്യ അനുഭവങ്ങളെ കൊണ്ടോ അഥവാ മാതാവിന്റെ കുലപരമായിട്ടുണ്ടാവുന്ന സുഖദുഃഖാദി അനുഭവങ്ങളെ കൊണ്ടോ ഉണ്ടാവുന്ന ഈ 3 തരത്തിലുണ്ടാവുന്ന സത്ത്, അസത്ത്, സദസത്ത്, നല്ലത്, ചീത്ത, നല്ലതും ചീത്തയും കലർന്നത് എന്ന തരത്തിലുണ്ടാവുന്ന കർമ്മങ്ങളുടെ, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും 3 ത്രിവിധങ്ങളായിട്ടുണ്ടാവുന്ന മനസാ വാച കർമ്മണ എന്ന് പറയുന്ന 3 ത്രിവിധങ്ങളായിട്ടുണ്ടാവുന്ന കരണങ്ങളെ കൊണ്ടുണ്ടാവുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ആ വ്യക്തിയുടെ ജാതകം. എന്നാൽ ആ വ്യക്തി ഈ ശ്രേഷ്ഠമായിട്ടുള്ള ജാതകവുമായിട്ട് ജനിച്ചതിന് ശേഷം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ തനിക്ക് ജന്മാന്തരത്തിൽ നിന്ന് സമ്പാദിതമായിരിക്കുന്ന ഈ ജാതകത്തിന്റെ പുണ്യങ്ങളാവട്ടെ അഥവാ ദോഷങ്ങളാവട്ടെ അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ചെയ്യുന്ന, എന്ന് വെച്ചാൽ തൻ്റെ ജാതകത്തിൽ പൂർണ്ണമായിട്ട് ദുരിതങ്ങളാണെങ്കിൽ ആ ദുരിതങ്ങളെ മനസ്സിലാക്കി സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായ ദുരനുഭവങ്ങൾ കുറയുന്നതായിട്ടും, ശ്രേഷ്ഠമായിട്ടുള്ള ജാതകമാണെങ്കിൽ പോലും ആ ജാതകത്തിനോട് യാതൊരു തരത്തിലും നീതി പുലർത്താതെ ദുഷ്കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജാതകജന്യമായിട്ടുണ്ടാവുന്ന യോഗങ്ങൾ, ഗുണങ്ങൾ, രാജകീയമായ പദവികൾ മുതലായിട്ടുള്ള സുഖങ്ങളൊന്നും അനുഭവിക്കാതെ വരികയും ചെയ്യും. അപ്പൊ ഇത് ജന്മസമയം എന്ന് പറയുന്ന ആ മുഹൂർത്തത്തിന്റെ ഗുണമാണ് എങ്കിൽ അതിന് വളരെയധികം സാമ്യതയുള്ള അഥവാ അതുമായിട്ട് ബന്ധപ്പെടുന്നതായ ഒരു നൈമിത്തികമായ കർമ്മമായിട്ട് പ്രശ്നത്തിന് ക്ഷണിക്കുക എന്ന് പറയുന്നത് ജനിക്കുന്നു. ഒരു പ്രശ്നം ആദ്യമായിട്ട് ജനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നത്തിന്റെ പൃച്ഛ ആദ്യമായിട്ടുണ്ടാവുന്ന ദൈവജ്ഞനെ ചെന്ന് കാര്യം പറയുന്നു എന്നുള്ള ആ ഒരു കർമ്മം മുഹൂർത്തശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ശ്രേഷ്ഠമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ അഷ്ടമംഗല പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ ഉപാസന അഥവാ തന്റെ പാരമ്പര്യ ജന്യമായിട്ടുണ്ടാവുന്ന ഒരു ദേവതയെ അതിന് ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ഥലം സ്വന്തമാക്കി അവിടെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാനുണ്ടാവുന്ന പരിശ്രമത്തിന്റെ ആദ്യ ഭാഗമായിട്ടാണ് ഈ പ്രശ്നത്തിന്റെ ജനനം. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഈ ദേവത പ്രതിഷ്ഠിക്കപ്പെട്ട് ആരാധിക്കപ്പെടാൻ യോഗ്യയാണോ, അതിനെ സംബന്ധിച്ച് ഈ ഭൂമി സംബന്ധമായിട്ടോ ദേവതാ സംബന്ധമായിട്ടോ പാരസ്പരികമായുള്ള ഘടനയിൽ വല്ല ദോഷങ്ങളും നിറഞ്ഞിരിക്കുന്നുണ്ടോ, ആ ദോഷങ്ങൾ എന്ത്, അതെങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന്റെ മുഖ്യമായിട്ടുള്ള ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം 2 തരത്തിൽ വിഭജിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ ഭൂമിയുടെ ചരിത്രങ്ങളും, ഒന്ന്
ഇവിടത്തേക്ക് ആവിർഭവിക്കാൻ ആഗ്രഹിക്കുന്ന ദേവതയും ഈ ഭൂമിയും തമ്മിലുള്ള ഉണ്ടാകുന്ന ഘടനാപരമായിട്ടുള്ള ശ്രേഷ്ഠതകളോ വൈരുദ്ധ്യങ്ങളോ, ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചും കൂടെ പ്രശ്നത്തിൽ വിശദമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിക്കൊണ്ട് ഈ പ്രശ്നം ആദ്യമായിട്ട് ക്ഷണിക്കാൻ വന്ന ആ ദിവസം മകരമാസം 2-ാം തീയതി, ജാനുവരി മാസം 16-ാം തീയതി ഞായറാഴ്ച രാവിലെ 11:55 എൻ്റെ സ്വഗ്രഹം ഉള്ള താമരശ്ശേരിയിൽ ആ ദിവസം 12 നാഴിക കഴിഞ്ഞ് 32 വിനാഴിക ചെന്ന സമയത്ത് ആദ്യമായിട്ട് ഈ പ്രശ്നം ക്ഷണിക്കാൻ വേണ്ടി ജിജ്ഞാസയോടുകൂടെ പ്രശ്നാക്കൾ വന്നു. ഈ ദിവസം ഇവിടെ 2 പ്രവർത്തനങ്ങൾ നിർബന്ധമായിട്ടും നടക്കേണ്ടതുണ്ട്. ഒന്ന്, ദൈവജ്ഞൻ തൻ്റെ നിത്യകർമ്മത്തിൽ അനുഷ്ഠിക്കേണ്ടതായ നിയമങ്ങൾ. ഈ ജോലി, ഈ ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് ആചാര്യൻ നിർദ്ദേശിച്ചിട്ടുള്ള ചില ജീവിത ചര്യകളുണ്ട്. ആ ചര്യകൾ നിർബന്ധമായിട്ടും നിത്യാനുഷ്ഠാനമായിട്ട് കരുതേണ്ടതാണ്, നിത്യാനുഷ്ഠാനമായിട്ട് അനുഷ്ഠിക്കേണ്ടതാണ്. ആ അനുഷ്ഠാനത്തിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ സ്വസ്ഥന്തരാത്മാ ഭവേ. നിയമങ്ങളൊന്നുമില്ല. എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് അതിന്റെ ഭാവി ഭൂത വർത്തമാന ഫലങ്ങൾ നിർണയിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ അത് നൈമിത്തികമായ കർമ്മമാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ദൈവജ്ഞൻ വന്ന ദിവസത്തിൽ, ആ ദിവസത്തിൽ അനുഭവിച്ചിട്ടുള്ള 6 കാര്യങ്ങളെ പറ്റി പ്രാഥമികമായിട്ട് നിർണയിക്കേണ്ടതുണ്ട്. അതില് തിഥൗ ശുഭായാം ശുഭതേനുകൂലേ താരേ ദിനേ ഭാനുശുഭഗ്രഹാണാം പൃഷ്ടേപ്സിതം പ്രാഭൃതാനതുഷ്ടം ജ്യോതിർവിധം പ്രാത ഉപേത്യ പ്രച്ഛേദ് എന്നാണ് ഈ നിയമങ്ങൾ. തിഥൗ ശുഭായാം, ശുഭമായ തിഥിയിലായിരിക്കണം. ശുഭതേ അനുകൂലേ താരേ, ശുഭതവും അനുകൂലവുമായ നക്ഷത്രത്തിലായിരിക്കണം. ഭാനുശുഭഗ്രഹാണാം വാരേ, ഞായറാഴ്ച ദിവസമോ മറ്റ് പാപഗ്രഹങ്ങളുടെ വാരങ്ങളല്ലാത്ത ദിവസത്തിൽ വേണം ക്ഷണിക്കാൻ. പൃഷ്ടേപ്സിതം പ്രാഭൃതാനുതുഷ്ടം, എന്തെങ്കിലും കാഴ്ച വസ്തുക്കൾ കൊടുത്ത് വേണം ക്ഷണിക്കാൻ. പ്രാതഃ, രാവിലെ വേണം ക്ഷണിക്കാൻ. ഉപേത്യ, സമീപത്ത് ചെന്ന് കാര്യം പറയണം. ഇങ്ങനെയുള്ള ഈ 6 കാര്യങ്ങളിൽ ഇവിടുത്തെ ക്ഷണിക്കാൻ വന്ന ദിവസത്തിന്റെ ഗുണദോഷ നിരൂപണം ചെയ്യുമ്പോൾ തിഥൗ ശുഭായാം, ശുഭായാം തിഥൗ, അതിൽ ആചാര്യൻ വ്യാഖ്യാനിക്കുന്നു, രിക്ത വിഷ്ടി അഷ്ടമി രഹിതായാം തിഥൗ, അന്ന് രിക്തിയാവരുത്. ചതുർത്ഥി, ചതുർദശി, നവമി, ഈ 3 തിഥികൾക്കാണ് രിക്ത എന്നുള്ള നാമം കൊടുത്തിട്ടുള്ളത്. രിക്താതിഥികളാവരുത്. തിഥിയിൽ തന്നെ വിഷ്ടികരണം എന്ന് പറഞ്ഞാൽ കരണദോഷം ഉണ്ടാവരുത്. അഷ്ടമി എന്ന് പറയുന്ന തിഥിയാവരുത്. ഈ നിഷിദ്ധങ്ങളായ തിഥിയിലാവരുത് ക്ഷണിക്കേണ്ടത്. അതാണ് തിഥൗ ശുഭായാം എന്ന് പറയാം. അപ്പൊ ഇവിടുന്ന് വന്നിട്ടുള്ള മകരമാസം 2-ാം തീയതി ഞായറാഴ്ച ശിതപക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ് എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നത്തിന്റെ ആരംഭിക്കുന്നതായ വിഷയത്തിൽ ദോഷം ആണ് എന്ന് നമ്മൾക്ക് കാണേണ്ടിയിരിക്കുന്നു. ശിതപക്ഷത്തിലെ ചതുർദശി അല്ലെ, ശിതപക്ഷ ചതുർദശി. ശിതപക്ഷത്തിലെ ചതുർദശി എന്ന് പറയുന്ന സമയത്ത് അതിൽ വിമർശിക്കപ്പെടാവുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് പൗർണമിയുടെ തലേ ദിവസമാണ്. പിറ്റേ ദിവസം പൗർണമിയാണ് എന്ന് വെച്ചാൽ പൂർണ്ണചന്ദ്രനെ കാണുന്ന ദിവസമാണ് അതിന്റെ പിറ്റേന്ന്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ് എന്നുള്ള ഒരു പൂർവപക്ഷം വന്നേക്കാൻ ഇടയുണ്ട്. രണ്ടാമതായിട്ട് രിക്താതിഥികളും വിഷ്ടികരണവും അഷ്ടമി തിഥിയും ഏത് പക്ഷത്തിലായാലും ദോഷമാണ് എന്നുള്ള ഒരു സിദ്ധാന്തവും, ഇങ്ങനെ 2 തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് നമുക്കത് ശ്രദ്ധിക്കാം. തിഥൗ ശുഭായാം എന്നുള്ളത് കൊണ്ട് ഇവിടെ തിഥി ദോഷകരം ആണ് എന്ന് സമർത്ഥിക്കാവുന്നതല്ലേ?
നഹികലി ശുഭദാദാസു. ഇപ്പം ഒരു വിഷയത്തിൽ പറഞ്ഞല്ലോ, സ്ഥിതപക്ഷത്തിലായാലും കൃഷ്ണപക്ഷത്തിലായാലും രിക്ത എന്നുള്ള തിഥിയെ നിഷേധിച്ചു പോയിട്ടുണ്ട്. അത് നമുക്ക് പ്രഥമദൃഷ്ട്യ ആ ദോഷത്തെ തന്നെയാണ് നമുക്ക് ഗൗരവതരമായിട്ട് അന്വേഷിക്കേണ്ടത്. മറ്റ് ഇതര ചിന്തക്ക് വേണ്ടിയിട്ട് ഭക്തർക്ക് ഉപയോഗിക്കാം. ഈ നിയമത്തിൽ രിക്ത ഒഴിവാക്കിയുള്ളൊരു തിഥി വേണമെന്ന് ആചാര്യൻ്റെ പക്ഷമാണ്. അഷ്ടമി, വിഷ്ടി, രിക്ത ഇതുകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളൊരു തിഥി ആവണം. ചിതോശുഭായ ശുഭത്വം എന്നുള്ളതിൽ രിക്ത നിഷേധമാണ്. അത് ഇത് ശുക്ലപക്ഷായാലും കൃഷ്ണപക്ഷായാലും നിഷേധിച്ച ഒരു തിഥിയാണ് രിക്ത. അത് സ്ഥിതപക്ഷത്തിൽ പൗർണമിയുടെ തലേ ദിവസം വരുന്നു എന്നുള്ളത് വല്ല ചർച്ച ചെയ്യേണ്ട വിഷയം ഉണ്ടെങ്കിൽ നോക്കാം. അല്ല, അത് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കുമല്ലോ പക്ഷദ്വന്ദ്വേപി ഒരു സംശയരഹിതമായിട്ട് പറഞ്ഞത്. പക്ഷദ്വന്ദ്വേപി രിക്ത, രണ്ട് പക്ഷത്തിലാണെങ്കിലും രിക്ത ദോഷമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ആണെങ്കിൽ അഥവാ അമാവാസിയുടെ തലേ ദിവസമാണെങ്കിൽ അത് പൂർവകാല ദുരിതമാണെന്നും, വെളുത്ത പക്ഷത്തിലെ ചതുർദശി ആണെങ്കിൽ അത് നൂതനമായിട്ടുണ്ടാകുന്ന വിഷയമാണ് എന്നും ഒരു അഭിപ്രായ ഭേദം ആചാര്യൻ പറഞ്ഞു. പഴയതാണോ പുതിയതാണോ? അപ്പൊ പൗരാണികമല്ലാത്ത നൂതനങ്ങളായിട്ടുണ്ടാവുന്ന ചില ദുരിതങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ദുരിതങ്ങൾ എന്നവിടെ പറയുന്ന സമയത്ത് അപചാരം എന്നല്ലേ പറഞ്ഞത്, നൂത്നാഭിചാരൈഹി. അപ്പൊ നൂതനങ്ങളായിട്ടുണ്ടാവുന്ന അഭിചരതി ഇതി ആഭിചാര, അഭിചരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആഭിചാരം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ദുരിതം മനസ്സിലാക്കേണ്ടത് ചന്ദ്രനിലൂടെയാണോ അഥവാ മറ്റ് എന്തെങ്കിലും വിഷയത്തിലൂടെയാണോ? നൂതനമായി എന്ത് ദോഷമാണ് ഇവിടെ സംഭവിച്ചത്? വിദ്യയാണല്ലോ അടിസ്ഥാന സാധനം. അതെ, ചന്ദ്രനാ വിടേണ്ടതുണ്ടോ? ചന്ദ്രൻ ഇത് പഴയതാണോ പുതിയതാണോ എന്ന് കാണിച്ചു തരാനുള്ള ഉപകരണമായി കഴിഞ്ഞാൽ പക്ഷത്തിനല്ലേ ഉപകരണമാവുന്ന? അതെ, ചന്ദ്രനല്ലല്ലോ പക്ഷാണല്ലോ. ഇപ്പൊ കൃഷ്ണപക്ഷം, ശുക്ലപക്ഷം പക്ഷങ്ങളാണല്ലോ. ഇത് പഴയതാണോ അഥവാ പുതിയതാണോ എന്ന് ചിന്തിക്കാനുള്ള സാധനങ്ങൾ. അതെ, എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് ഈ ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലും ചന്ദ്രൻ ഉണ്ടാവും. ആ ചന്ദ്രന് ഗുളികയോഗം വന്നൊരു പ്രശ്നമാണിത്. ചന്ദ്രന് ഗുളികയോഗം വന്ന് അതിലൊരു സവിശേഷത, ഈ വ്യാഴദൃഷ്ടമായിരിക്കുന്ന ചന്ദ്രനാണ് പ്രച്ഛാകാലത്തിലും പ്രശ്നകാലത്തിലും. ശനിക്ഷേത്രത്തിൽ നവാംശകം ചെയ്ത് നവാംശകത്തിൽ പോലും ശനിയോഗം ചെയ്ത് നിൽക്കുന്നതായ ചന്ദ്രനാണ്. ശനിക്ഷേത്രത്തിൽ നവാംശകം ചെയ്തുകൊണ്ട് സ്ഥിരരാശിയിൽ ശനിയുടെ നവാംശകത്തിൽ നിൽക്കുന്നതായ ചന്ദ്രനാണ്. അപ്പോൾ ആ രിക്തത ഒരു ശൂന്യതയെ കാണിക്കുന്നുവെങ്കിൽ ആ ചന്ദ്രനിലൂടെ തന്നെയാണ് നമ്മൾ ദോഷത്തെ മനസ്സിലാക്കുന്നത്. ചന്ദ്രൻ ഗുളിക സമ്പർക്കത്തിൽ കേന്ദ്രരാശിയിലാണ്. ചന്ദ്രനിലൂടെ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ സാധിക്കുന്നതിന്? ചന്ദ്രനിലൂടെ നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കില്ലല്ലോ. ചന്ദ്രനിലൂടെ കാണാൻ സാധിക്കുള്ളൂ. എങ്ങനെയാ കാണാൻ സാധിക്കുക? ഒന്നുകിൽ നിങ്ങൾ ആരോപിക്കും ചന്ദ്രന് ഗുളികന്റെ സമ്പർക്കം ഉള്ളത് കൊണ്ട്. ഇപ്പൊ ഗുളികന്റെ സമ്പർക്കത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം സനൽ ജ്യോത്സർ പറഞ്ഞ മാതിരി ആ ചന്ദ്രൻ അനുസരിച്ച് മകരരാശിയിലാണ്, അതിന് ശനിയോഗമുണ്ട്.
അതിലൂടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ചന്ദ്രനിലൂടെ നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ. ചന്ദ്രനിലൂടെയല്ലേ കാണുള്ളൂ. എങ്ങനെയാ കാണുന്നത്? ഈ ചന്ദ്രന്റെ ഗുളിക സമ്പർക്കല്ലേ കാണിച്ചു. ചന്ദ്രന്റെ ഗുളിക സമ്പർക്കം ഗുളികനല്ലേ നിങ്ങളെ കാണിക്കുന്നത്? ചന്ദ്രന് സ്വതന്ത്രമായിട്ട് ചന്ദ്രന്റെ ഗുളിക സമ്പർക്കം കൊണ്ട് ദുഷിക്കുന്ന ചന്ദ്രനല്ലേ? അതല്ലേ ദോഷം. നിങ്ങൾ ദോഷാണ് ആരോപിക്കുന്നെങ്കിൽ ദുഷിക്കുന്ന ചന്ദ്രനാ, ഗുളികനല്ല ദുഷിക്കുന്നത്. അല്ല അതല്ല ആ വാദഗതി അങ്ങനെ പോകുമ്പോ ദുഷിക്കുന്ന ചന്ദ്രനാണ്. ചന്ദ്രസമ്പർക്കം ഗുളിക സമ്പർക്കം ആരുടെ ദോഷം ചെയ്യുന്നു? ചന്ദ്രന്റെ ദോഷം. അപ്പൊ ചന്ദ്രനല്ല കാണിക്കുന്നത്, ഗുളികനല്ലേ കാണിക്കുന്നത്? ചന്ദ്രനാണ് ദോഷം കാണിക്കുന്നത്. അതെങ്ങനെയാ? ഗുളികനാണ് ദോഷത്തിന്റെ ഹേതു. അതെ, ചന്ദ്രൻ സ്വസിദ്ധമായിട്ട് യാതൊരു ദോഷവും. ഒരു മുള്ളു തറച്ചിട്ടുണ്ടെങ്കിൽ വേദന അങ്ങേക്കാ, മുള്ളിനല്ല. ആയിരിക്കാം. അപ്പൊ ഈ ചന്ദ്രനിലെ ഗുളിക സമ്പർക്കമാണ് ചന്ദ്രനിലെ ദോഷം വരുത്തി തീർക്കുന്നത്. അപ്പൊ ജഡാത്മകമത്വം ഉണ്ടാകുന്ന ഗുളികന്റെ സമ്പർക്കമാണ് ചന്ദ്രനെ ദുഷിപ്പിക്കുന്നത്. ജഡാത്മകത്വം എന്ന് പറയണ്ട. കണ്ടോ, ജഡാത്മകത്വം നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയ? ഗുളികൻ ജഡാ നിങ്ങൾക്ക് ഉദാഹരണം അങ്ങനെയാണ്. ഒരു ദോഷസാധനമേ ഉള്ളൂ. ദോഷസാധനം അങ്ങേക്ക് പാമ്പ് കടിച്ച വേദന അങ്ങേക്ക് തന്നെ, അതിന് ജീവൻ ഉണ്ടോ? അങ്ങനെ പറയണം. അതൊന്നും പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചന്ദ്രനിലല്ല ദോഷം, ചന്ദ്രനിലാണ് ദോഷം. ആ ദോഷം മുഴുവൻ അനുഭവിക്കുന്ന ചന്ദ്രനാണ്. അനുഭവിക്കുന്നത് ചന്ദ്രനാണ്. അനുഭവമാണ്. ഈ ദോഷം ആർക്ക് സംഭവിക്കുന്നു? ഈ തിഥിയെ പരിശോധിക്കാൻ പറഞ്ഞതില് ഇതിന്റെ മൂലത്തെ പരിശോധിക്കാനാണല്ലോ പറഞ്ഞത്. അല്ല, അതൊന്നും വാദം നിൽക്കില്ല. കാരണം അത് കടന്ന വാദമാണ്, കുറച്ച് കടന്ന വാദമായി ഇപ്പത്. ഇതില് എനിക്ക് ആശങ്ക, ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി പരിഹരിക്കേണ്ട വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംവാദത്തിന് വേണ്ടി വേദി ഒരുക്കുന്നത്. ഇപ്പൊ ചന്ദ്രന് ഗുളികന്റെ സമ്പർക്കം ഇല്ലായിരുന്നു എന്ന് വയ്ക്കാം, അഥവാ ചന്ദ്രൻ ശനിക്ഷേത്ര നവാംശകം ചെയ്തിട്ടില്ലായിരുന്നു എന്ന് വയ്ക്കുക, സങ്കല്പിക്കുക. ഈ ചതുർദശിയിലാണ് പ്രശ്നം ക്ഷണിച്ചത്. അപ്പൊ ഒരു ദോഷവും ഇല്ല എന്ന് പറയൂ? ഇല്ല. അങ്ങനെ എങ്ങനെ കണ്ടത്? അല്ല, ആ ചതുർദശി എന്നുള്ള രിക്ത എന്നുള്ള തിഥിയിലാണ് ദോഷാരോപണം. അതെ, അപ്പൊ തിഥിയുടെ ദോഷത്തിന്റെ രിക്തക്ക് ദോഷം പറഞ്ഞു. എന്താ രിക്ത വന്നാ ഉള്ളത്? രിക്ത വന്നാ സാമാന്യ ദോഷം പിടിച്ചു. രിക്ത വന്ന ഇന്നതാ ദോഷം അനവധി വിളിച്ചു. രിക്തായ വരിവീഴം അതൊക്കെ വിളിച്ചു. ആ ദോഷത്തിന്റെ ഹേതു എന്ത് എന്ന് കണ്ടെത്താനാണ് ഗോചരചിന്ത. ആ ഗോചരചിന്തയിൽ തിഥിയുടെ അടിസ്ഥാന സാധനമായ ചന്ദ്രൻ ഗുളിക സമ്പർക്കത്തിൽ കേന്ദ്രരാശിയിൽ നിൽക്കുന്നു. അതാണല്ലോ നമുക്ക് ദോഷത്തിന്റെ ഒരു പ്രാഥമിക അന്വേഷണം വേണം. അതെ, അതിന് മറ്റൊന്നിന്റെ സഹായം തേടുന്ന സമയത്ത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത പോലെ അത് മാറി നിന്ന് പോകുമല്ലോ. അത് മാറി നിൽക്കില്ല ഒരിക്കലും. അതിലൂടെ ഉണ്ടാവുന്ന ദോഷം, ചന്ദ്രൻ ദോഷത്തിന്റെ അനുഭവഭോക്താവുന്ന കാലം വരെ ചന്ദ്രന് മാറാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ചന്ദ്രൻ ആ ദോഷം ബാധിക്കില്ല എന്ന് സിദ്ധാന്തിക്കും. അല്ല, ചന്ദ്രനില് ഇപ്പോ അങ്ങയുടെ പക്ഷക്കാര് തന്നെയാണല്ലോ ഭ്രഷ്ടാവും. അതല്ല, നിങ്ങൾക്ക് ഒരു മിഥ്യാധാരണയാണ്. ധാരണയല്ല, അറിയാവുന്ന കാര്യം. ഞാൻ ഒരു പക്ഷത്തിലല്ല, ഞാൻ കേവലം ഗുളിക സമ്പർക്കം കൊണ്ട് ഈ 15 ദിവസങ്ങളെ കൊണ്ട് കലാപൂർണത എന്ന് വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായത്തിന്റെ വക്താക്കളാണല്ലോ അങ്ങടക്കമുള്ള. അല്ല, 16 വേണം. നിങ്ങള് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന്റെ തലയിൽ ചാരിയിട്ട് രക്ഷപ്പെടണ്ട. കലകളാണ് ചന്ദ്രന്റെ ശാസ്ത്രത്തിൽ 16 സംസ്കാര ക്രിയകളാണ്. 16 ക്രിയകൾ തന്നെയാണ്. അപ്പൊ അതിൽ 14ാമത്തെ സംസ്കാരം ഉണ്ട്. 14 ചന്ദ്രന് 1 മുതൽ 15 വരെയുള്ള തിഥികളെ ആചാര്യൻ വെച്ചു. അതെ, അത് തിഥിയുടെ നിർണയം മാത്രമേ. നിങ്ങൾ ലോകം മുഴുവനും പ്രസംഗിക്കാറുണ്ട്, അതിനെപ്പറ്റി വക്താക്കളാവാറുണ്ട്. പഞ്ചദശി, ഷോഡശി, അതൊക്കെ അത് ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയത്? നിങ്ങൾക്ക് ക്യാൻവാസ് ഇല്ലാതെ ചിത്രം വരയ്ക്കാൻ സാധിക്കില്ല. ഒരു ക്യാൻവാസ് ഇല്ലാണ്ട് അതും ചന്ദ്രനും തമ്മില് ബന്ധമില്ല എന്നാണോ? ബന്ധം ഉണ്ടാവും, ബന്ധം ഇല്ലാത്ത ഉണ്ടാവും. അതെന്താ, എവിടേക്ക് ഒന്ന് നിൽക്കും? ഒന്നും നിൽക്കൂല. അത് അങ്ങനെ ഒരു നിൽക്കൊന്നും തരൂല.
ഈ തിഥികളെ വേറെയായിട്ട് പറഞ്ഞില്ലേ ശാസ്ത്രത്തിൽ? എന്താണ്? പ്രതിപൻ മുഖ്യ രാഗാന്ത തിഥി മണ്ഡല പൂജിത. അവിടെ 15 അല്ലേ പറഞ്ഞുള്ളൂ? 16 പറഞ്ഞില്ലല്ലോ. പിന്നെ പറഞ്ഞു 15ഓ 16ഓ. ഇല്ല, അതൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ചന്ദ്രൻ നിങ്ങൾക്ക് ഇപ്പൊ ചതുർദശിയിലെ പഞ്ചദശിയിലാണോ നിൽക്കേണ്ടത്? ഇത് 1 മുതൽ 15 വരെയുള്ള എല്ലാ വിഷയവും അതൊക്കെ പ്രാധാന്യം തന്നെയാണ്. അതിപ്പോ 15, 16 ഇതൊന്നുമില്ല ഇതിന്റെ അർത്ഥം. അല്ല, അത് ഒന്നും പ്രാധാന്യം അല്ല. ഇത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെളുത്ത പക്ഷത്തിലാണ്. അപ്പോ ഓരോ ദിവസവും ചന്ദ്രൻ ഓരോ കലകളെ ഭുജിക്കുകയാണ്. വർദ്ധിച്ചു വരിക, ഭുജിച്ചിട്ട് വർദ്ധിച്ചു വരിക. അപ്പൊ അത് 13 കലകളെ താൻ ഭുജിച്ചു. 14ാമത്തെ കല താൻ ഭുജിക്കാൻ പൂർണ്ണതയിലേക്ക് വരുന്നു. 15ാമത്തെ കലയിലേക്ക് എത്തിയ പൂർണ്ണതയായി. 14 കല പൂർണ്ണമായി കഴിഞ്ഞാൽ പൂർണ്ണമായി എന്നൊരു വാദക്കാരൻ. ആ വാദക്കാരൊന്നുമില്ല. ഇവിടെ ശാസ്ത്രവാദത്തിൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. 15 രാഖ എന്നുള്ള ഒരു പദാർത്ഥം വരണമെങ്കിൽ 15 തിഥിയാവും. അതെ. അപ്പൊ 14 കലകളെ പൂർണ്ണമാക്കിയിട്ടുണ്ടാവുന്ന ചന്ദ്രൻ, അത് ഈ മറ്റേ ഉപാസനാവാദക്കാര് പറയുന്നു ഞങ്ങൾ അതിൽ പഞ്ചദശിയാണ്. അങ്ങക്ക് ഈ വാദം ഒരു വാദമില്ല. ഞാൻ ഈ വാദത്തിൽ പെടുന്നതല്ല. ഈ വായു കുത്തുന്നത് ചതുർദശിയിലെ ചന്ദ്രനെ വാദിക്കാനാണ്. അതെ. അതിലെന്തായിരിക്കും അങ്ങ് കണ്ടെത്തുന്ന ദോഷം? ദോഷം തന്നെ നമുക്ക് കാരണം ഇത് ശ്രീപാദശങ്കരി എന്ന് പറയുന്ന ദേവതയ്ക്ക് സ്ഥാനം നൽകാനുള്ള ഒരു പ്രശ്നമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ചർച്ച ഗൗരവമുണ്ട്. ആയിക്കോട്ടെ. അല്ല, അതൊന്നും വാദം നിൽക്കില്ല. കാരണം അത് കടന്ന വാദമാണ്, കുറച്ച് കടന്ന വാദമായിട്ടത്. ഇതില് എനിക്ക് ആശങ്ക, ഇതിപ്പോ എന്താ വെച്ചാൽ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി പരിഹരിക്കേണ്ട വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംവാദത്തിന് വേണ്ടി വേദി ഒരുക്കുന്നത്. ഇപ്പൊ ചന്ദ്രന് ഗുളികന്റെ സമ്പർക്കം ഇല്ലായിരുന്നു എന്ന് വയ്ക്കാം, അഥവാ ചന്ദ്രൻ ശനിക്ഷേത്ര നവാംശകം ചെയ്തിട്ടില്ലായിരുന്നു എന്ന് വയ്ക്കാം, സങ്കല്പിക്കാം. ഈ ചതുർദശിയിലാണ് പ്രശ്നം ക്ഷണിച്ചത്. അപ്പൊ ഒരു ദോഷം ഇല്ല എന്ന് പറയുമോ? ഇല്ല. അതിന്റെ സാധാരണ ചന്ദ്രനിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുള്ളൂ. അങ്ങനെ എങ്ങനെ കണ്ടെത്തും? അല്ല, ആ ചതുർദശി എന്നുള്ള തിഥിയാണ്. രിക്ത എന്നുള്ള തിഥിയിലാണ് ദോഷാരോപണം. അതെ. അപ്പൊ തിഥിയിലെ ദോഷത്തിന്റെ രിക്തക്ക് ദോഷം പറഞ്ഞു. എന്താ രിക്ത വന്നാ ഉള്ളത്? രിക്ത വന്നാ സാമാന്യ ദോഷം വിളിച്ചു. രിക്ത വന്ന ഇന്നതാ ദോഷം അനവധി വിളിച്ചു. രിക്തായ മരിവീഴം അതൊക്കെ വിളിച്ചു. ആ ദോഷത്തിന്റെ ഹേതു എന്ത് എന്ന് കണ്ടെത്താനാണ് ഗോചര ചിന്ത. ആ ഗോചര ചിന്തയിൽ തിഥിയുടെ അടിസ്ഥാന സാധനമായ ചന്ദ്രൻ ഗുളിക സമ്പർക്കത്തിൽ കേന്ദ്രരാശിയിൽ നിൽക്കുന്നു. അതെ, അത് സംബന്ധിച്ചു. അതാണല്ലോ നമുക്ക് ദോഷത്തിന്റെ ഒരു പ്രാഥമിക അന്വേഷണം വേണ്ടത്. അതെ. അതിന് മറ്റൊന്നിന്റെ സഹായം തേടുന്ന സമയത്ത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത പോലെ അത് മാറി നിന്ന് പോകുമല്ലോ. അത് മാറി നിൽക്കില്ല ഒരിക്കലും. അതിലൂടെ ഉണ്ടാവുന്ന ദോഷം, ചന്ദ്രൻ ദോഷത്തിന്റെ അനുഭവഭോക്താവാകുന്ന കാലം വരെ ചന്ദ്രന് മാറാൻ സാധിക്കില്ല. അല്ലെ ചന്ദ്രൻ ആ ദോഷം ബാധിക്കില്ല എന്ന് സിദ്ധാന്തിക്കും. അല്ല, ചന്ദ്രനില് ഇപ്പോ അങ്ങയുടെ പക്ഷക്കാര് തന്നെയാണല്ലോ ഭ്രഷ്ടാവും. അതല്ല, ധാരണയല്ല. അറിയാവുന്ന കാര്യം. ഞാൻ ഒരു പക്ഷത്തിലല്ല, ഞാൻ കേവലം ഗുളിക സമ്പർക്കം കൊണ്ട് ഈ 15 ദിവസങ്ങളെ കൊണ്ട് കലാപൂർണത എന്ന് വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായത്തിന്റെ വക്താക്കളാണല്ലോ അങ്ങടക്കമുള്ള. അല്ല, 16 വേണം. നിങ്ങള് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന്റെ തലയിൽ ചാരിയിട്ട് രക്ഷപ്പെടണ്ട. ചന്ദ്രന് 16 കലകളാണ്. ചന്ദ്രന്റെ ശാസ്ത്രത്തിൽ 16 സംസ്കാര ക്രിയകളാണ്. 16 ക്രിയകൾ തന്നെയാണ്. അപ്പൊ അതിൽ 14ാമത്തെ സംസ്കാരം എന്ത്? 14 ചന്ദ്രന് 1 മുതൽ 15 വരെയുള്ള തിഥികളെ ആചാര്യൻ വെച്ചു. അതെ, അത് തിഥിയുടെ നിർണയം മാത്രമേ. നിങ്ങൾ ലോകം മുഴുവനും പ്രസംഗിക്കാറുണ്ട്, അതിനെപ്പറ്റി വക്താക്കളാവാറുണ്ട്.
പഞ്ചദശി, ഷോഡശി. അതൊക്കെ അത് ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയത്? നിങ്ങൾക്ക് ക്യാൻവാസ് ഇല്ലാതെ ചിത്രം വരയ്ക്കാൻ സാധിക്കില്ല. ഒരു ക്യാൻവാസ് ഇല്ലാണ്ട് അതും ചന്ദ്രനും തമ്മില് ബന്ധമില്ല എന്നാണോ? ബന്ധം ഉണ്ടാവും, ബന്ധമില്ലാത്ത ഉണ്ടാവും. അതെന്താ എവിടേക്ക് ഒന്ന് നിൽക്കും? ഒന്നും നിൽക്കൂല. അത് അങ്ങനെ ഒരു നിൽക്കൊന്നും തരില്ല. ഈ തിഥികളെ വേറെയായിട്ട് പറഞ്ഞേ ശാസ്ത്രി. എന്താണ്? പ്രതിപൻ മുഖ്യ രാഗാന്ത തിഥി മണ്ഡല പൂജിത. അവിടെ 15 പറ്റുള്ളൂ, 16 പറ്റില്ലാലോ. പിന്നെ പറഞ്ഞ 15 16 അതൊന്നുമില്ല. നിങ്ങൾക്ക് ചന്ദ്രൻ 15. നിങ്ങൾക്ക് ഇപ്പൊ ചതുർദശിയിലെ പഞ്ചദശിയിലാണോ നിൽക്കുന്നത്? ഇത് 1 മുതൽ 15 വരെയുള്ള എല്ലാ വിഷയവും അതൊക്കെ പ്രാധാന്യം തന്നെയാ. അതിപ്പോ 15 16 ഒന്നുമില്ല ഇല്ലാത്ത. അല്ല, അത് ഒന്നും പ്രാധാന്യം അല്ല. ഇത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെളുത്ത പക്ഷത്തിലാണ്. അപ്പോ ഓരോ ദിവസവും ചന്ദ്രൻ ഓരോ കലകളെ ഭുജിക്കുകയാണ്, വർദ്ധിച്ചു വരിക, ഭുജിച്ചിട്ട് വർദ്ധിച്ചു വരിക. അപ്പൊ അത് 13 കലകളെ താൻ ഭുജിച്ചു. 14ാമത്തെ കല താൻ ഭുജിക്കാൻ ആ പൂർണ്ണതയിലേക്ക് വരുന്നു. 15ാമത്തെ കലയിലേക്ക് എത്തിയ പൂർണ്ണതയായി. 14 കല പൂർണ്ണമായി കഴിഞ്ഞാൽ പൂർണ്ണമായി എന്നൊരു വാദക്കാരും ആ വാദക്കാരൊന്നുമില്ല. ഇവിടെ ശാസ്ത്രവാദത്തിൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. 15 രാഖ എന്നുള്ള ഒരു പദാർത്ഥം വരണമെങ്കിൽ 15 തിഥിയാവും. അതെ. അപ്പൊ 14 കലകളെ പൂർണ്ണമാക്കിയിട്ടുണ്ടാവുന്ന ചന്ദ്രൻ, അത് ഈ മറ്റേ ഉപാസനാവാദക്കാര് പറയുന്നു ഞങ്ങൾ അതിൽ പഞ്ചദശിയാണ്. അങ്ങനെ പല വാദക്കാരുണ്ടാവും. അങ്ങക്ക് ഈ വാദമില്ല? ഒരു വാദമില്ല. ഞാൻ ഈ വാദത്തിൽ പെടുന്ന ആളല്ല. ഈ പായി കുത്തുന്നത് ചതുർദശിയിലെ ചന്ദ്രനെ വാദിക്കാനാണ്. അതെ. അതിലെന്തായിരിക്കും അങ്ങ് കണ്ടെത്തുന്ന ദോഷം? കാരണം ഇത് ശ്രീപാദശങ്കരി എന്ന് പറയുന്ന ദേവതയ്ക്ക് സ്ഥാനം നൽകാനുള്ള ഒരു പ്രശ്നമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ചർച്ച ഗൗരവമുണ്ട്. ആയിക്കോട്ടെ, അല്ലേ ഗൗരവം. ഇല്ല, ഇതിപ്പോ ഒരു ഉപാസകന്റെ ഉപാസനാമൂർത്തിയായ ആ തലത്തിലേക്ക് കാണുമ്പോൾ അല്ല, അത്രയേ ഉള്ളൂ. ഒരു ഉപാസകന്റെ ഉപാസനാമൂർത്തിയേ ഉള്ളൂ. 9ാം ഭാവത്തിന്റെ മനസ്സാണ് ലഗ്നം. 9ാം ഭാവത്തിന്റെ 5ാം ഭാവേ ഈ ദേവതയുള്ളൂ. അപ്പൊ അത് എത്ര വലിയ, അത് വളർന്ന് പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കാം. അങ്ങനെ ഇപ്പൊ പ്രപഞ്ചത്തിലെ ക്ഷേത്രങ്ങളൊക്കെ മഹാന്മാർ പ്രതിഷ്ഠിച്ചു, സ്വയംഭൂവായിട്ട് പ്രതിഷ്ഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ ഉപാസനയിൽ നിന്നോ ഏതോ ഒരു ക്രിയയിൽ നിന്നോ മാത്രമേ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ചതായിരിക്കും ആ മൂർത്തി വിശേഷം. അങ്ങനെ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ശാസ്ത്രത്തെ, തന്ത്രശാസ്ത്രം വിശ്വസിക്കുമ്പോൾ അതിനൊരു ഉൽപ്പത്തിക്ക് എന്തായാലും ഒരു നിധാനം ഉണ്ടാവും. ഈ പ്രശ്നത്തിന്റെ ഉദ്ദേശം ഒരു ഉപാസകനായ വ്യക്തിയുടെ ഉപാസനയിൽ നിന്ന് ആവിർഭവിച്ച ഒരു സാന്നിധ്യകല, അത് കേവലം ഗൃഹാന്തർഭാഗത്ത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സാഹചര്യം. മനസ്സിലാക്കിയ പശ്ചാത്തലം അതിന് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സങ്കേതം കണ്ടെത്താൻ അതിവിടെ യഥാർത്ഥമായിട്ട് ഏത് കാലത്തും യാവൽ ചന്ദ്രസ് സൂര്യസ്യ യാവൽ തിഷ്ഠനിവേദിനീതാവദേവ മഹാദേവസ്ഥീയതാം. ഈ പ്രപഞ്ചവും സൂര്യേന്ദ്രന്മാരും ഏത് കാലം വരെ ഭൂമിയും ഈ പ്രകൃതിയിലുണ്ടോ ആ കാലം വരെ ഇത് നിലനിന്നോളൂ എന്ന് പ്രതിക്കാനുള്ള ഒരു ഭൂമി തെരഞ്ഞെടുക്കാണല്ലോ. ആ ഭൂമി തെരഞ്ഞെടുക്കുമ്പോൾ ചന്ദ്രൻ ശുക്ലപക്ഷത്തിൽ ചതുർദശി തിഥിയിലുള്ള ചന്ദ്രൻ ഗുളിക സമ്പർക്കത്തിൽ കേന്ദ്രരാശി. ഗുളിക സമ്പർക്കം മാറ്റിവെക്കാം. അതുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യത്തെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇവിടെ കലാപൂർണത ചന്ദ്രനിൽ വന്നോ എന്നുള്ള വിഷയത്തിൽ ഇവിടെ റിക്ത എന്നുള്ളൊരു തിഥി വന്നത്. അതെ. ഇപ്പൊ ശുക്ലപക്ഷത്തിലാണെന്നും റിക്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒഴിഞ്ഞത് എന്നാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ആ ചന്ദ്രനിൽ നിന്നുള്ള അമൃതത്വം, നമുക്ക് കിട്ടുന്നില്ല. ശൂന്യതയിലാണ്.
അതുണ്ടോ എന്ന് ചോദിച്ചാലോ സമ്പന്നമാണ്. സമ്പന്ന. കാരണം ഇനി അങ്ങോട്ടേക്ക് പൂർണ്ണമാവാനില്ല. അപ്പം ഗുണം സമ്പന്നമാണെങ്കിലും അതിൽ നിന്നുണ്ടാവുന്ന അനുഭവം ശൂന്യമാണ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ ആത്മീയമായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യം ഉപാസകനായിട്ടുള്ള അങ്ങേക്കുണ്ട്. ഒരു കല കൂടെ പൂർണ്ണമായാലേ ഈ സ്ഥാനം അമ്മയുടെ പൂർണ്ണസ്ഥാനമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കും. അത് മീനം രാശി സമയത്ത് അങ്ങ് ക്ഷണിക്കാൻ വന്നതുകൊണ്ട് അതതിൻ്റെ തന്ത്രത്തിലോ മന്ത്രത്തിലോ തന്നെയായിരിക്കും. തന്ത്രത്തിലോ മന്ത്രത്തിലോ അല്ല, ഉപാധി ചന്ദ്രൻ ദേഹാകുമ്പം ദേഹത്തിന് പുഷ്ടിയുണ്ട്. പുഷ്ടമായ ദേഹമാണ്. ചതുർദശിയില് ദേഹപുഷ്ടിയുണ്ട്. പക്ഷെ അതെന്താ അനുഭവയോഗ്യമായി തീരുന്നില്ല. അതെ അതെ, എല്ലാവർക്കും മനസ്സിലാവേണ്ട വിഷയവുമല്ല. അതെ, അതെത്തിയിട്ടില്ല. അതെ, അത് ഇവിടെ വന്നിട്ട് വേണോ, ഇവിടെ വരുന്നതിന് മുൻപ് വേണോ? ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ വേണം. അതെ അതെ, അതിനുശേഷം അത്തരത്തിലുള്ള ഒരു വിധാനം അങ്ങനെ പറഞ്ഞ അതുകൊണ്ട് തന്നെ എല്ലാ ഈ ചന്ദ്രൻ ഈ ഭോഗീവതന്യ ബഹുപുത്രമിത്ര സുഗൂഢമന്ത്ര ഭോഗീവതന്യോ ബഹുപുത്രമിത്ര സുഗൂഢമന്ത്ര സദനസുശീല തസ്യ സ്ഥിതിസ്യ നൃപസന്നിധാനേ ലഗ്നേ ഭവേദ്വൈ വിധാനേ. ഇതാണ് മാത്രം അനുഭവിക്കുന്നതാണ്. വദാന്യോ ദാനശീല, എന്താണോ കൊടുക്കേണ്ടത് അത് മുഴുവനും ഈ ദേവത കൊടുക്കും. ഭോഗീവതന്യോ ബഹുപുത്രമിത്ര, ധാരാളം മക്കളുണ്ടാവും, മിത്രങ്ങളുണ്ടാവും, അനവധി ആൾക്കാരുണ്ടാവും. ഭക്തജനങ്ങളായിട്ടും ശിഷ്യപരമ്പരയായിട്ടും സന്താനങ്ങളായിട്ടും. ഇടയിൽ പറയട്ടെ, അതിന് മറ്റൊരു പാഠമുണ്ട്, ഗുരുഭക്തിയുക്ത എന്നൊരു പാഠഭേദമുണ്ട്. ഗുരുഭക്തിയുക്ത, പാരമ്പര്യം അന്വേഷിച്ച്, പൂർവ്വ പാരമ്പര്യത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കി, ശ്രീപാദശങ്കരിയുടെ പൂർവാർജിതമായിട്ടുള്ള വിഷയത്തെ ഒന്നുകൂടെ മനസ്സിലാക്കി. ഭോഗീവതന്യോ ബഹുപുത്രമിത്ര സുഗൂഢമന്ത്ര, സുഗൂഢമന്ത്രമല്ല, സുഷ്ടുവായിട്ടുള്ള ഗൂഢമന്ത്രത്തോടു കൂടിയാണ്. അവിടെയാണ് മുതാണ്. ചന്ദ്രനാണ് മന്ത്രത്തിന്റെ കാരകൻ. അത് ഗുളിക സമ്പർക്കത്തില് താൽക്കാലികമായ വിഷയങ്ങളെ കൊണ്ട് വ്യാണദൃഷ്ടിയിൽ ദുഷിക്കുക, ഇത് ലഗ്നാധിപന്റെ ദൃഷ്ടിയിൽ. അപ്പോ ആ വിഷയത്തിലുള്ള പോരായ്മ തിഥിയുടെ പൂർണ്ണത ഉണ്ടെങ്കിലും രിക്താതിഥിയിലേക്ക് നമ്മളെ ക്ഷണിക്കാൻ ചതുർദശിയിലേക്ക് എത്തിച്ചു. സമ്പന്നമാണ്, ഉള്ളു സമ്പന്നമാണ്, പക്ഷെ അതിന് അനുഭവത്തിലേക്ക് അത് പോരാ. അറിയില്ല, ഓർമ്മയില്ല. അദ്ദേഹം 9 വിചാരിച്ചിട്ട് 8 കത്തിച്ചാണ്. അതെ അതെ അതെ. വീണ്ടും അത് വരുമ്പോ അത്
സെന്ററിൽ മാത്രം നിൽക്കണം. അതെ. അല്ല, ഇതിന് ഇപ്പൊ അദ്ദേഹം ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ശാസ്ത്രീയമായിട്ട് മറുപടി പറയാൻ പറ്റും. ഈ സുഗൂഢത്വം എന്ന് പറഞ്ഞാല് ഏതിലായാലുള്ള ഗൂഢത്വല്ലേ? അല്ല, എന്താ അങ്ങനെയാണെങ്കിൽ ഗൂഢമന്ത്ര ഗൂഢം എന്ന് വെച്ചാല് ആ പദാർത്ഥത്തിലുള്ള സുഗൂഢത്വമാണ്. ഇവിടെ മന്ത്രവിഷയം അല്ലെങ്കിൽ കലാവിഷയം പക്ഷെ അങ്ങനെ പോരാ തദ്ദേശീയ ശരിയായിട്ട് പരിപൂർണത വരണമെങ്കിൽ ഈ ഹീനാംഗസൂര്യത ഏതികാംഗോവ രാശിയിലെ ചന്ദ്രന് പറഞ്ഞത് ഒന്നിക്കൽ ഹീനാംഗത്വം ഒന്നിക്കൽ അധികാംഗത്വം. അപ്പം അത് ഏതാണ്? അത് ഹീനമാണോ അധികമാണോ ഗോചരം കൊണ്ട് ചിന്തിക്കണം. അയ്യോ, അതല്ലേ ഹീനമാണോ അധികമാണോ ഇത് രണ്ടും പറഞ്ഞാല് ഗോചരം കൊണ്ട് ചിന്തിച്ചോ. ഞങ്ങൾക്ക് 4 വിരലേ ഉണ്ടോ 6 വിരലുണ്ടോ? ആ ഹീനാംഗത്വം സൂചിപ്പിച്ചത് ഗുളിക സമ്പത്ത്. അതിന് എത്രയില് നിക്കണം? 9-ാം ഭാഗത്ത് ഇപ്പോൾ എനിക്ക് ജോലിക്ക് പറയുന്നുണ്ടെങ്കിൽ അറിയാൻ പറയാതെ പറഞ്ഞ ശ്ലോകം പറ്റിയിട്ട് ഇപ്പോൾ നിർദ്ദേശിയാണ് ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന പൗർണമി എന്ന ഭാവത്തിൽ അന്ന് പറഞ്ഞ ശരി മാറ്റിയിട്ടില്ല. എന്നിട്ടും സുശൂഹ എന്ന് പറയണമെങ്കിൽ പോരായ്മയുണ്ട്. ഓപ്ഷൻ മഹയുള്ളൂ. അതെ, എന്താ അഭിപ്രായം? അന്നത്തെ ഗ്രഹസ്ഥിതിയിൽ നിന്നുകൊണ്ട് അങ്ങേക്ക് അഭിപ്രായം? എനിക്ക് വ്യക്തമായ അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ അവതരിപ്പിച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി കടിക്കാൻ പറ്റരുത്. ഇല്ല, ഞാൻ അങ്ങോട്ട് പോയില്ല. ഞാൻ അങ്ങോട്ട് പോയില്ല. പോണം. അത് ഞാൻ ആലോചിക്കുന്നത് ശ്രീപാദശങ്കരിയെ കുടിയിരുത്താനുള്ളതായ ഭൂമിയുടെ വിഷയമാണ് പ്രശ്ന വിഷയം. അപ്പോ ഇത് ഉദയലഗ്നമായി 4-ൽ നിൽക്കുന്നതായ ചന്ദ്രനാണ് ഈ ഒരു വിക്രത. എന്റെ അവസ്ഥ ഇന്ന് ശൂന്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന സമയത്തിന് ശ്രീപാദശങ്കരിയിലേക്ക് കടന്നത് അതിന്റെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം അതായതുകൊണ്ടാണ്. അത് തെറ്റല്ല. ഞാൻ ചോദിച്ചത് ഇവിടേക്ക് എന്തെങ്കിലും അപൂർണമായിരിക്കുന്ന തീർച്ചയായിട്ടും അത് ആ സന്ദർഭത്തിൽ മാത്രമാണ് അവിടുത്തെ ആശ്രയിച്ചിട്ടുള്ള ഗുളികനെയും അംശരിച്ചിട്ടുള്ള ശനിക്ഷേത്രത്തെയും എല്ലാം നമുക്ക് ഇത് കേവലം ചിന്തിച്ച് ഓടിപ്പോണ്ട കാര്യമല്ല. അത് ഇവര് നമുക്ക് ടൈം ലിമിറ്റ് തന്നിട്ടില്ല. അതിന്റെ ഒരു സമാനത അല്ല, ഒരിക്കലും സമാനത. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ചതുർദശി എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ ആ ചതുർദശിയിൽ മാത്രം നിന്ന് ചിന്തിക്കുക. അതിലേക്ക് ഗുളികന്റെ സമ്പർക്കം എന്ന് വരുമ്പോൾ ഗുളികന്റെ സമ്പർക്കത്തിൽ മാത്രം നിൽക്കും. അല്ല, ഞാൻ ഗുളിക സമ്പർക്കം ഞാൻ പറഞ്ഞത് ഈ ചന്ദ്രൻ ഇന്നലത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചും വ്യാഴദൃഷ്ടിയിൽ നിൽക്കുന്നതായ ചന്ദ്രൻ, സൂര്യ സമ്പർക്കത്തോടുകൂടി നവാംശകം ചെയ്തതായ ചന്ദ്രൻ, സ്ഥിത്യംശകങ്ങളിൽ ഗുളികന്റെയും ശനിയുടെയും ബന്ധം സൂചിപ്പിച്ചതായ ചന്ദ്രൻ. ഇതാണ് ചന്ദ്രന്റേതായ സാധനം. അപ്പൊ ഈ ചതുർഭേദനെ ചന്ദ്രനെ നിത്യം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ദോഷം 4-ാം ഭാവത്തിൽ ദോഷനാഥനായിട്ട് പറഞ്ഞിട്ടില്ല. ഈ 4-ാം ഭാവത്തിൽ പ്രത്യേകം ശശി പാപസമയേഹി ചാരവശം മറ്റേ പറഞ്ഞേ പ്രത്യേകം ശശി പാപസമയേഹി കേന്ദ്രവാസവിനാശോപേരി പാപയോഗത്തിൽ 4 ഉണ്ടല്ലോ. വാസവിനാശം അല്ല അത് ഞാൻ ആശയം അപ്പൊ അദ്ദേഹത്തെ ഈ വിഷയം ചിന്തിക്കണം. ഇത് നമുക്ക് അടുത്ത ഘട്ടമായിട്ട് ചിന്തിച്ചിട്ട് ഇപ്പൊ കേവലം ചതുർദശി തിഥിയെ കൊണ്ട് ചിന്തിക്കേണ്ട 5-ാം ഭാവതിയായ ചന്ദ്രൻ ഈ ലഗ്നത്തിൽ. അല്ല, ഞാൻ ഇന്നലെ പശ്ചാത്തലം ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഈ ഭൂമിയുടെ ചരിത്രവും ഇവിടത്തേക്ക് കയറി വരാൻ ആഗ്രഹിക്കുന്ന ശ്രീപാദ ശങ്കരി എന്ന് പറയുന്ന ദേവതയുടെ ചരിത്രവും ഒരുമിച്ച് ക്ലബ് ചെയ്ത് ചിന്തിക്കേണ്ടതായ പ്രശ്നമാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുന്നു. ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ ശ്രീപാദശങ്കരി എന്ന് പറയുന്ന ആ ദേവിയെ ഏത് രാശിയെ കൊണ്ട് ഏത് ഗ്രഹത്തെ കൊണ്ട് നിങ്ങൾ ചിന്തിക്കാനുള്ള അനുവാദം തരുന്നു? എനിക്ക്
ഞാൻ ഒരു പൂർവക്ഷം ചെയ്യുന്നില്ല, നിങ്ങളുടെ ശുക്രനായിരിക്കും. അങ്ങനെ വേണേ എടുക്കാം. ലഗ്നാധിപനായ ശുക്രനാവാം, ഉദയനാഥനായിട്ടുണ്ടാവുന്ന ചന്ദ്രനാവാം, പിന്നെ ലഗ്നാധിപനോട് ചേർന്ന വ്യാഴമാവാം, ഉദയത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന വ്യാഴമാവാം. എന്തായിരുന്നാലും ഒരു ഗ്രഹത്തെ നിങ്ങൾ നിശ്ചയിച്ചു തരിക, ആ ഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം മുന്നോട്ട് പോകാൻ. അല്ല, ഇത്രയും പൂർണ്ണത കാണിച്ചതായ ശുക്രനാണല്ലോ. അല്ല, ശുക്രൻ പൂർണ്ണത കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഇപ്പൊ നമുക്ക് അറിയില്ല. കാരണം ഈ സ്ഥലത്ത് ഒരു ഗണപതിയുടെ സവിശേഷത നമ്മൾ ഇന്നലെ താമ്പൂലത്തിലൂടെ കണ്ടു. ഈ ഗണപതിയെ സവിശേഷത കാണണമെങ്കിൽ ഈ ശുക്രന്റെ ബലം തന്നെ കാണേണ്ടതില്ലേ? ഒരുപക്ഷെ ആ ഗണപതി സ്ഥിതി ചെയ്യുന്നതായ ശുക്രൻ ഒട്ടും കുഴപ്പമില്ല, ഒട്ടും കുഴപ്പമില്ല. ഓജരാശി അംശകസ്ഥനായിട്ടുള്ള ശുക്രൻ. അതുകൊണ്ട് അത് ഗണപതി ഈ ഒമ്പതാം ഭാവതിയോട് ചേർന്ന് നവാംശകം ചെയ്ത് ബലവാനായിട്ട് നിൽക്കുന്ന ഗ്രഹം 11ാമത്തെ രാശിയിൽ നിന്നാ പറഞ്ഞത് അയാൾ വരാൻ പോകുന്ന ആളാണ്. അല്ല അല്ല, ഒരു നിയമം നിശ്ചയിച്ചല്ല, നിശ്ചയം അങ്ങനെയല്ല. അതിപ്പോ ഒരു ചെയ്ത് സ്വീകരിക്കുമ്പോ ആരൂഢപതി എന്നുള്ളൊരു ഗുണം ഏത് ഗ്രഹത്തിനുണ്ടാവുമല്ലോ. ഏറ്റവും ബലവാനായിട്ട് ഏറ്റവും ഇഷ്ടം. അല്ല, ഇദ്ദേഹത്തിന്റെ വാദത്തോട് നിങ്ങൾ പൂർണ്ണമായിട്ട് എന്നല്ലേ ഇപ്പൊ? ഇനി അങ്ങനെ നിങ്ങളായിങ്ങനെ ഈ വായിച്ചാട്ട് ഞാൻ മറ്റൊരു വാദം കൊണ്ടുവരുന്നില്ല. നിങ്ങളുടെ വാദം എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അതില്ല, അങ്ങനെ പറ്റൂല. അത് വാദഗതിക്ക് പൂർവക്ഷമില്ലാണ്ട് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഭാവിയിൽ ഈ ലോകം മുഴുവനും ആഗ്രഹിക്കുന്നു ഇവിടെ ശ്രീപാദ ശങ്കരി എന്ന് പറയുന്ന ഭഗവതിയുടെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കാൻ. ഈ പ്രശ്നത്തിൽ അത് ലഗ്നാധിപനായിട്ടുള്ള ശുക്രനാണ് ശ്രീപാദ ശങ്കരി എന്ന് നിങ്ങൾ രണ്ടുപേരും ഈ 9ാം ഭാവതിയോട് ചേർന്ന് നവാംശകം ചെയ്ത ഗ്രഹമായതുകൊണ്ട് നിങ്ങൾ ഒന്ന് നിശ്ചയിച്ചാൽ മതി. അങ്ങനെ നിശ്ചയിച്ചുകൂടാ. എനിക്ക് വാദം 3 ഗ്രഹങ്ങൾക്കേ ഉള്ളൂ. ഒന്ന് വ്യാഴത്തിന്, ഒന്ന് ശുക്രന്, ഒന്ന് ചന്ദ്രന്. ഇതിലേറ്റവും പ്രബലത്വം ഉള്ളത് ശുക്രനായതുകൊണ്ട് നിങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ മീനം രാശിയിൽ നിൽക്കുന്ന ശുക്രനാണ് ഭാവിയിൽ ഇവിടെ വരാൻ പോകുന്ന ശ്രീപാദ ശങ്കരി. ആയിക്കോട്ടെ, പൂർണ്ണമായിട്ട് സംബന്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ മീനരാശി സമയത്താണ് ഈ പ്രശ്നം ക്ഷണിച്ചത്. ഈ മീനരാശിയുടെ 5ാമത്തെ രാശിയുടെ നാഥനായിട്ടുള്ള ചന്ദ്രനാണ് നിങ്ങൾക്കിപ്പോ ചതുർദശി എന്ന് പറയുന്ന വിഷയത്തെ കാണിച്ചത്. അപ്പൊ അത് ശ്രീപാദ ശങ്കരി എന്ന് പറയുന്ന ആ ദേവതയുടെ മന്ത്രവിഷയത്തെ പറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആദ്യമായ വാദം. അതിലൊരു പൂർവപക്ഷം ഒന്ന് നോക്കട്ടപ്പോ നിങ്ങളിപ്പം മീനൻ രാശി ബുദ്ധിമുട്ടൊന്നല്ല, ഒരു ഭദ്രാണ് വെച്ചില്ലേ. അതിന്റെ 5ാം ഭാവതി 5ൽ വ്യാധിഷ്ഠനായിട്ടുണ്ടല്ലോ. അതിനെന്താ അതിന്റെ ദോഷം ഇന്നലെ കണ്ടുവെച്ചു കഴിഞ്ഞല്ലോ അല്ലേ? നീചാംശം അല്ല, ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ. അല്ല, അങ്ങനെ ഈ ഗ്രഹസ്ഥ സ്വാംശേധിമിത്ര സ്വാംശേവ സംസ്ഥിതോ ദിവസോ യതി ഗുരുണാ ദൃശ്യതേ തത്ര ജാതഃ സൗഖ്യസുഖാന്യതഃ നിശ്യേവം ഭൃഗുണാ ചന്ദ്രോ ജാതോ യതി തത്രജഃ വിപര്യസ്തേ ശീതാംശോ ജായന്തേ അല്പധനാനരാഹ എന്നുള്ള വൈകല്യതല്ല നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അതില് അല്പത്തുണ്ട്. അതിന് ഉപോത്ബലകമാണ് നീചനവാംശവും 9ാം. നീചാംശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രമാണം പ്രവർത്തിക്കൂ. മനസ്സിലായി. അല്ല, ഈ ഗ്രന്ഥാന്തരൊന്നും പ്രാജാപത്യം ഇങ്ങനെ നിങ്ങളാണ് ശത്രു എങ്കിൽ ആയുധം കരുതേണ്ടതുണ്ടല്ലോ. അപ്പൊ ഈ മന്ത്രവിഷയത്തിലുള്ള പോരായ്മ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിലങ്ങ് ഉന്നയിച്ചത് അത് ചതുർദശിയിൽ മാത്രം നിന്നിട്ട് അത് ഇതെങ്ങനെ പരിഹരിക്കണം ഈ കാലഘട്ടത്തിൽ തീർച്ചയായും. ഇവിടെയാണ് ബലവാനായിട്ടുള്ള ചന്ദ്രൻ, പൂർണ്ണമായിട്ടും പക്ഷബലത്തിൽ പൂർണ്ണനായിട്ടുള്ള ചന്ദ്രൻ വ്യാഴത്തിന്റെയും ശുക്രന്റെയും സമാനമായ ദൃഷ്ടിയിൽ വന്നിരിക്കുന്നു. ഇത് പകൽ രാശിയാവട്ടെ രാത്രി രാശിയാവട്ടെ യാതൊരു അപവാദവും ഇല്ലാതെ
അഹനി നിശിചന്ദ്രേ സ്വേധി മിത്രാംശകേവ സുരഗുരു സിതദുഷ്ടേ സ്വിത്തവാൻസ്യ സുഖി. ഇത് അങ്ങയുടെ പക്ഷത്തിലുള്ള മഹാ ചേർത്ത സുകൂടമന്ത്രം തന്നെയാണ്. എന്നാൽ ഈ സുഗൂഢമന്ത്രം സുഗൂഢമന്ത്രം തന്നെയായിരിക്കേണ്ടതുണ്ട്. ആഗ്രഹിച്ചു വന്നതാണ് ഇത് കട്ടിച്ച് വെക്കാൻ ഒന്ന് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് അത് കൂട്ടൽ മാത്രം മതി. ധർമ്മമന്ത്രം അതെ അതെ, അത് തന്നെയാ വേണ്ടത്, അത് തന്നെയാ വേണ്ടത്. അത് അതിപ്പോ പദ്ധതി അല്ലെങ്കിലും ആ അതിപ്പോ ഇതിനകത്ത് ധർമ്മമന്ത്രം ഉണ്ടാക്കി മുമ്പിലാണ് സാധാരണ അത് ദേവിക്കിടം നോക്കിയാൽ കുഴപ്പമില്ല. അത് അങ്ങ് പറയുന്ന സമയത്ത് പ്രയാസമുണ്ട്. അത് അങ്ങനെയല്ല അന്ന് പറഞ്ഞില്ല. അല്ല, അങ്ങ് പറയുന്ന സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിലൊരു വിദ്യാർത്ഥി മാത്രമാണ്. ഇപ്പോൾ ഇതിലൊരു പ്രൊഫസറെ ഞാൻ കണ്ടത് ഇദ്ദേഹത്തിലൂടെയാണ്. അതെ അതെ, അല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങയെപ്പോലുള്ള ഈ പ്രസ്ഥാനത്തിനെ അഥവാ ഈ ഈശ്വരീയമായ ഈ വിഷയത്തെ ഇങ്ങനെ പറ്റില്ല എന്ന് പറയുന്നതിനോട് ഒരുപാട് അതെന്താ അതെന്താ ഞാൻ പറയുന്നു ഈ സദസ്സ് ഒന്ന് ക്ഷമിക്കണം. ഇതില് ഈ ശ്രീവിദ്യാതന്ത്രം പരിചയമുള്ളവരുണ്ടെങ്കിൽ ഇവരെന്താ ഇങ്ങനെ പരസ്യമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്നുള്ള ആക്ഷേപം ഉണ്ടാവും. ഒരു ക്ഷമിക്കണം. ഇതൊരു ശാസ്ത്ര ചർച്ചയായതുകൊണ്ട് ചെയ്യാതിരിക്കൂടാ. ആ ശരി, അതെ അതിനെ നമ്മൾ കർമ്മബന്ധത്തിലേക്ക് നോക്കാൻ കൊടുക്കും. അനുമതിയുണ്ട്. അത് ഏത് തന്നെ കണ്ടിട്ടുണ്ടെന്ന് അതെ അതെ ഇത് പറ്റിയാൽ ഒന്നോ മൂന്നോ ഉണ്ട്. പക്ഷെ ആ ഒന്നും അല്ല, അത് അങ്ങനെ ഒരു വിഷയമുണ്ടോ? അത് എന്താ അതിനെ പറ്റിയുള്ള അത് അതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിലേ പറ്റുള്ളൂ. ഇതിന്റെ ഓരോ ആരാധനയ്ക്കും ഓരോ ക്രമമില്ല, വിശേഷത്വമുണ്ടല്ലോ. ഇതിപ്പോ സാധാരണ ഒരു മഹാക്ഷേത്രം പോലെ പ്രതിഷ്ഠ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാം, അത് ആ ആചാരം ചിലപ്പോൾ അവിടെ തന്നെ പുഷ്പാഞ്ജലി വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് എന്താവും കർമ്മം ഇപ്പോൾ കൃഷ്ണമായിട്ടാണ് പോവുക, പ്രതിഷ്ഠ പോയി. പക്ഷേ അതിനിടയ്ക്ക് ഈ ചില വിദ്യാർത്ഥികൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ എന്തും അറിയില്ല. ഇതങ്ങനെയല്ല, ഇത് പബ്ലിക്കായിട്ട് വ്യക്തമായിട്ട് ആശയം അഷ്ടമതത്തിൽ തെളിയുമ്പോൾ അത് പിന്നെ വേണം. ആ പൂജ അല്ലെങ്കിൽ അത്ര വിഷയം ഒരാളെ നമുക്ക് അറിയാൻ പാടില്ല. അതിന്റെ നിത്യേന തീമേന തീരേണ്ട വിഷയത്തിൽ ഒരാളെ കിട്ടിയല്ലോ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്തം. അല്ല, ആ നിത്യത എന്ന് പറയുന്ന നിത്യതയുണ്ടല്ലോ, ആ നിത്യത എന്ന് പറയുന്ന ഒരു കൽപ്പനയുണ്ടല്ലോ. കൽപ്പന ഉണ്ടെങ്കിൽ അതാ ഞാൻ പറയും. അത് ഒരുപാടുണ്ട്, പല പക്ഷമാണ്. അല്ല, ഈ ഇപ്പോ ഈ ഒരു ക്രമം നമുക്കിപ്പോ ഒരു പാരമ്പര്യ ക്രമം, ആ ഒരു പാരമ്പര്യ ക്രമം ഇപ്പൊ ഒരു അങ്ങനെ പാരമ്പര്യ ക്രമം, ആ പാരമ്പര്യ ക്രമത്തിൽ വിവിധങ്ങളായ പൂജാ പദ്ധതി ഉണ്ടല്ലോ. ഞാൻ പറയുന്നതല്ല, ഉണ്ട്, അതാണ് വിധങ്ങൾ. അപ്പൊ അതേപോലെ അതിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്താൽ ഇത് രഹസ്യമാക്കി ഇപ്പൊ രഹസ്യം അത് രഹസ്യമാക്കി വയ്ക്കുന്നതിന് പ്രശ്നമില്ല. അത് ഗൂഢമായിട്ട് തന്നെ ഇരിക്കുന്നത്. അതിനെ പോഷിപ്പിക്കുന്ന നിത്യത ചെയ്യുന്ന വിഷയം അത് വേറെ സംശയം. അത് ശിവരാജശങ്കരി അല്ലെങ്കിൽ ആ ഒരു തത്വവിധാനത്തിൽ ദേവഹിതമായിട്ട് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കപ്പെട്ടതിന് നോക്കിയുള്ള അത് അങ്ങനെ ഒഴിവ് നോക്കേണ്ട വിഷയമല്ല. അത് ചർച്ചയിൽ നിന്ന് വരേണ്ട കാര്യം ഒഴിനോക്കി നിശ്ചയിക്കട്ടെ. കാരണം ഇത് ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഈ ഗൂഢത്വം മന്ത്രത്തിൽ മാത്രമല്ല, ഒന്നും സംശയിക്കണ്ട, ഗൗരവമുണ്ട്. ഈ ഗൂഢത്വം എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇതിനിപ്പം ഇന്ന മുഹൂർത്തം നിശ്ചയിച്ച് അത് ആ ദേവതയുടെ സ്വരൂപത്തെ, മന്ത്രസ്വരൂപത്തെ കലശത്തിലേക്ക് ആവാഹിച്ച് ആ കലശം ഉത്തമ സമയത്ത് ഈ ദേവതാ ബിംബത്തിൽ ആ കലശം ആടുന്നു എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ആ പ്രാണൻ. അപ്പോ അത്
അതിൻ്റെ ഇല്ലപ്പേരുണ്ടാവും, അച്ഛൻ്റെ പേരുണ്ടാവും, എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും മാധവൻ നമ്പൂതിരി എന്ന് പറയുന്നത്. മാധവേട്ട എന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് അത് നിഷേധിക്കാനൊന്നും പറ്റില്ല. അത്രയേ ഉള്ളൂ. എനിക്കറിയില്ല. അല്ല 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 ടീച്ചർ, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വിദ്യാർത്ഥിയാണ്. അതെ അതെ. തീരുമാനാകാൻ വേണ്ടിയിട്ടാണല്ലോ ചർച്ച. ഈ ഗൂഢത്വം സുഗൂഢത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിശേഷമായ അവസരങ്ങളിൽ മാത്രം, അതിന്റെ പോഷിപ്പിന് വേണ്ടി മാത്രം, നിത്യതയിൽ യാതൊരു തരത്തിലും ഉപയോഗിക്കാതെ അത് രഹസ്യമായിട്ട് ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് തോന്നുന്ന തന്റെ ഉത്തമ ശിഷ്യന്റെ ചെവിയിൽ മാത്രം ഉപദേശിക്കേണ്ട മന്ത്രമായിട്ട് മാറ്റി നിർത്തുകയും ക്രിയാകാര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ ഏറ്റവും ലാഘവത്തോടു കൂടി ഉണ്ടാവുന്ന ഗൗരവ മന്ത്രം അത് ഉപയോഗിക്കുകയും ചെയ്യണം. എല്ലാത്തിലും ഇല്ലേ, മന്ത്രത്തിന് മാത്രമല്ലല്ലോ. ചിന്തന്റെ 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 ഗൗരവമുള്ള വിഷയമാണെങ്കിൽ ദേവദാസിക്ക് അറിയാം, എനിക്കും അറിയാം. ഞാൻ ഉദ്ദേശിച്ചത് അതിന് പോയി ഇപ്പം ഈ ചന്ദ്രനെ കൊണ്ടെല്ലാം പർവ്വം ചിന്തിക്കല്. ഈ പർവ്വത്തിന് ഓരോ പർവ്വത്തിനും ഓരോ പ്രാധാന്യമില്ല. മന്ത്രം മാറും, നിവേദ്യം മാറും. എന്നാൽ ഈ സുഗൂഢമന്ത്രം തന്നെയായിരിക്കേണ്ടതുണ്ട്. അതെ അതെ, അത് തന്നെയാ വേണ്ട, അത് തന്നെയാ വേണ്ട. അത് അത് അങ്ങ് പറയുന്ന സമയത്ത് പ്രയാസമുണ്ട്. അല്ല, അങ്ങ് പറയുന്ന സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലൊരു വിദ്യാർത്ഥി മാത്രമാണ്. ഇപ്പോ ഇതിലൊരു പ്രൊഫസറെ ഞാൻ കണ്ടത് ഇദ്ദേഹത്തിലൂടെയാണ്. അതെ അതെ. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങയെപ്പോലുള്ള ഈ പ്രസ്ഥാനത്തിന് അഥവാ ഈ ഈശ്വരീയമായ ഈ വിഷയത്തെ ഇങ്ങനെ പറ്റില്ല എന്ന് പറയുന്നതിനോട് അതെന്താ ഞാൻ പറയുന്നു ഈ സദസ്സ് ഒന്ന് ക്ഷമിക്കണം. ഇതില് ഈ ശ്രീവിദ്യാതന്ത്രം പരിചയമുള്ളവരുണ്ടെങ്കിൽ ഇവരെന്താ ഇങ്ങനെ പരസ്യമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതെന്നുള്ള ആക്ഷേപം ഉണ്ടാവും. ഒരു ക്ഷമിക്കണം. ഇതൊരു ശാസ്ത്ര ചർച്ചയായതുകൊണ്ട് ചെയ്യാതിരിക്കുന്നൂടാ. ശരി, അതെ അതെ. അല്ല, അത് അങ്ങനെ ഒരു വിഷയമുണ്ടോ? അത് എന്താ അതിനെ പറ്റിയുള്ള? അത് അതിലൊരു ക്രമമുണ്ട്, ആ ക്രമത്തിലേ പറ്റുള്ളൂ. ഇതിന്റെ ഓരോ ആരാധനക്കും ഓരോ ക്രമമില്ലേ, വിശേഷത്തുണ്ടല്ലോ. ആ പൂജ അല്ല,
നിത്യതയുണ്ടല്ലോ, ആ നിത്യത എന്ന് പറയുന്ന ഒരു കൽപ്പനയുണ്ടല്ലോ. അല്ല, ഈ ഒരു ക്രമം നമുക്കൊരു പാരമ്പര്യ ക്രമം, ആ ഒരു പാരമ്പര്യ ക്രമം, ഒരു അങ്ങയുടെ പാരമ്പര്യ ക്രമം, ആ പാരമ്പര്യ ക്രമത്തിൽ വിവിധങ്ങളായ പൂജാ പദ്ധതി ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ അതിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്താൽ ഇത് രഹസ്യമാക്കി, ഇപ്പൊ രഹസ്യം അതിരഹസ്യം അത് വേറെയാണ്. അല്ല, അത് അങ്ങനെ ഒഴിവ് നോക്കേണ്ട വിഷയമല്ല. അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഈ ഗൂഢത്വം മന്ത്രത്തിൽ മാത്രമല്ല, ഒന്നും സംശയിക്കണ്ട, ഗൗരവമുണ്ട്. ഈ ഗൂഢത്വം എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇതിനിപ്പം ഇന്ന മുഹൂർത്തം നിശ്ചയിച്ച് അത് ആ ദേവതയുടെ സ്വരൂപത്തെ, മന്ത്രസ്വരൂപത്തെ കലശത്തിലേക്ക് ആവാഹിച്ച് ആ കലശം ഉത്തമ സമയത്ത് ഈ ദേവതാ ബിംബത്തിൽ ആ കലശം ആടുന്നു എന്ന് പറയുന്നത്, അതാണ് യഥാർത്ഥത്തിൽ ആ പ്രാണൻ. അപ്പോ അതിന്റെ ഇല്ലപ്പേരുണ്ടാവും, അച്ഛന്റെ പേരുണ്ടാവും, എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും മാധവൻ നമ്പൂതിരി എന്ന് പറയും. മാധവേട്ട എന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് അത് നിഷേധിക്കാനൊന്നും പറ്റില്ല. ഇത്രയേ ഉള്ളൂ. എനിക്കറിയില്ല. അല്ല ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വിദ്യാർത്ഥിയാണ്. അതെ അതെ. നോക്കാം, തീരുമാനമാകാൻ വേണ്ടിയിട്ടാണല്ലോ ചർച്ച. ഈ ഗൂഢത്വം, സുഗൂഢത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിശേഷമായ അവസരങ്ങളിൽ മാത്രം, അതിന്റെ പോഷിപ്പിന് വേണ്ടി മാത്രം, നിത്യതയിൽ യാതൊരു തരത്തിലും ഉപയോഗിക്കാതെ, അത് രഹസ്യമായിട്ട് ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് തോന്നുന്ന തന്റെ ഉത്തമ ശിഷ്യന്റെ ചെവിയിൽ മാത്രം ഉപദേശിക്കേണ്ട മന്ത്രമായിട്ട് മാറ്റി നിർത്തുകയും ക്രിയാകാര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ ഏറ്റവും ലാഘവത്തോടു കൂടി ഉണ്ടാവുന്ന ഗൗരവ മന്ത്രം അത് ഉപയോഗിക്കുകയും ഈ ഗുണത്തെ എല്ലാത്തിലും ഇല്ലേ, മന്ത്രത്തിൽ മാത്രമല്ലല്ലോ. ചിന്തണ്ട്. ഇപ്പം ഈ ചന്ദ്രനെ കൊണ്ടെല്ലാം പർവ്വം ചിന്തിക്കല്, പർവ്വത്തിന് ഓരോ പർവ്വത്തിനും ഓരോ പ്രാധാന്യമില്ലേ. മന്ത്രം മാറും, നിവേദ്യം മാറും, വ്യാസം മാറും, മുദ്ര മാറും. അല്ല, ആ ഗൂഢത്തിൽ തന്നെയുള്ള ഒരു ഇപ്പം അതെ. അതെ, മഹാ എത്തിയിട്ടില്ല, അതെത്തണം. അത്രയേ ഉള്ളൂ. അതിന് മിഥുനം രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് അതൊരിക്കലും ഇവിടെ വരേണ്ടതില്ല.
ഇവിടെ വരേണ്ടതില്ല. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അത് പ്രാപിച്ചോളത്. യാത്ര മുഹൂർത്തം വേണോ വേണ്ടയോ എന്നുള്ളത് ചർച്ച ചെയ്യാം. മുഹൂർത്തം എന്തായാലും വേണം. ക്രിയക്ക് മുഹൂർത്തം വേണം. അത് നമുക്ക് ശാസ്ത്രം അനുസരിച്ച് ഏത് ക്രിയായാലും. അല്ല ഇപ്പം നിക്കട്ടെ ആയിട്ടില്ല. ഒറ്റ കാര്യം. ഇപ്പോ ശ്രീപാദ ശങ്കരി എന്ന് പറയുന്നത് അങ്ങയുടെ കരതലത്തിലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അങ്ങയുടെ ഉപാസനയിൽ ഉള്ള ദേവതയാണ്. ആ ഉപാസനയിലുള്ള ദേവത എന്ന് പറഞ്ഞാൽ അത് അങ്ങയുടെ ആത്മാവാവാം, മനസ്സാവാം, ബുദ്ധിയാവാം, എന്താവാം. ആ സമയത്ത് അങ്ങയോട് ഗുരുനാഥൻ പറയുന്നു, ഗുരുനാഥൻ വ്യക്തമായിട്ട് ഉപദേശിക്കുന്നു, നീ ആദ്യം ഇത്ര അക്ഷരമുള്ള മന്ത്രം നീ ജപിക്കും. അത് ഇത്ര കാലം ജപിക്കുന്ന സമയത്ത് ആ അക്ഷരങ്ങളല്ലാത്ത ആ അക്ഷരങ്ങൾ ആത്മാവിൽ പ്രവേശിച്ച് താളാത്മകമായിട്ടുണ്ടാവുന്ന വിദ്യയിലൂടെ അത് ഇനി ഞാൻ സമ്പന്നനായി, ഇത് ഞാൻ കഴിഞ്ഞു, അടുത്തത് ഉപദേശിക്കുന്നു. അപ്പം മറ്റത് ഇതിലുണ്ട്. അതിലുള്ളത് കൊണ്ട് അടുത്തത് ഉപദേശിക്കുന്നു. അതിൽ പൂർണ്ണനാവുന്ന സമയത്ത് അതിൻ്റെ അപ്പൊ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം തന്ത്രശാസ്ത്രം അതിന്റെ പരിധികൾ അദ്ദേഹത്തില് ബന്ധനം ആക്കുന്നില്ല എന്നർത്ഥം. അവിടെ 16 ആയാലും 32 ആയാലും അതിന്റെ അക്ഷരക്രമങ്ങൾ എത്ര വിപുലമായി കഴിഞ്ഞാലും ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഈ ഉത്തമ ശിഷ്യൻ മനസ്സിലാക്കുന്നു, ഞാൻ വന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാനം. അതെ, ഏറ്റവും പൂർണ്ണതയിലേക്ക് തന്നെ എടുക്കണം. വേണ്ടതില്ല എന്ന് പറയാൻ കാരണം ഉപാസനാ തലമാണിപ്പോ. അല്ല, ഇതിൽ തന്നെ ഒരു മുഹൂർത്തം വിധിച്ചില്ല. ഈ പദ്ധതിയിൽ മുഹൂർത്തം ഉണ്ടല്ലോ, ദീക്ഷാമുഹൂർത്തം ഈ പദ്ധതിയിൽ തന്നെ ഉണ്ടല്ലോ. അല്ല, അതാണ് സുഗൂഢത്വം. അതെ, വീട്ടിൽ നിന്ന്, ഗൃഹത്തിൽ നിന്ന്. യാത്രക്ക് മുമ്പ് വേണം. അല്ല, ഇത് കുറച്ച് കടന്ന് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഞാനിപ്പോ തൽക്കാലം ഈ അവസരം നമ്മുടെ വർമ്മ സാറിനോട് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, വെറുതെ ഒരു തമാശയാണ്. അങ്ങ് നല്ല ആദ്യമായിട്ട് എടുത്തു വെക്കാൻ പറഞ്ഞ സമയത്ത് എന്തിനായിരുന്നു ഈ ഗ്രന്ഥം എടുത്തു വെച്ചത് തോന്നി? അത്രയും ആ സമയം വരുമ്പോ ഇത് വളരെ വ്യക്തമാവും. ഒരു സംശയം, ശ്രീവിദ്യാ പദ്ധതിയിൽ പരിചയമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഈ മീനം രാശി ഉത്തമ ദമ്പതിമാരെ സ്മരിക്കേണ്ടതായ രാശി, മിഥുനൻ രാശി വെക്കുന്നതായ മന്ത്രവിഷയത്തെ സൂചിപ്പിച്ചു. സൂര്യചന്ദ്രന്മാരുടെ സംയോഗം പ്രച്ഛാകാലത്തെങ്കിലും പ്രശ്നകാലത്തെങ്കിലും ഉണ്ട്. അത്തരത്തിൽ വിഷയം കൂടെ ആയിരിക്കില്ല. തീർച്ചയായിട്ടും അല്ലേ? എനിക്കറിയില്ല. അപ്പൊ അറിയില്ല എന്നുള്ളത് മനസ്സിലായി. അതെ അതെ അതെ. അപ്പം അത് നന്നായി. അപ്പൊ അതിലേക്കാണ് ഇപ്പം അടുത്ത വിഷയം വരുന്ന സമയത്തേക്ക് പൂർണ്ണമായിട്ട് അതിലെത്തും. വേണം വേണം വേണം. അതിന് മുഹൂർത്തം ആ കൽപ്പനയ്ക്ക് അനുസരിച്ചുള്ള മുഹൂർത്തം മാത്രമേ വേണ്ടൂ. എന്ന് വെച്ചാൽ ആ കൽപ്പനയിൽ ഏതാണോ അത്രേ വേണം. അതെ അതെ. അത് ഇവിടെ വന്നിട്ട് ഇവിടത്തെ കലശപൂജയിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ള ധാരണ തെറ്റാണ്. യാത്രക്ക് മുമ്പ് വേണം. മിഥുനം രാശി യാത്രക്ക് നിഷേധം. വീണാധരോ ഗുണധരോപി ഗുണധരോപി നിഷിദ്ധേവ. ഗുണധരം എത്ര ഗുണമുണ്ടായാലും യാത്രക്ക് മുമ്പ് ചെയ്യേണ്ട കർമ്മങ്ങള് മിഥുനലഗ്നത്തിൽ ചെയ്യണം. യാത്രക്ക് നിഷിദ്ധ. മുഹൂർത്തം വേണം.
അത് ജ്യോതിഷപരമായിട്ടാണെങ്കിലും അങ്ങയുടെ തന്ത്രപരമായിട്ടായാലും ഈ തിഥി നക്ഷത്രാദി പർവ്വങ്ങളുടെ സ്വാധീനം ഈ മുഹൂർത്തത്തിലുണ്ട്. അത് ഈ ഉണ്ട്. അതിലെന്താന്ന് വെച്ചാല് ഒരു കാര്യം ചെയ്തോളൂ, ഒരു എഴുത്തിനിരുത്താൻ പറ്റിയിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ അതൊന്ന് തുടങ്ങാൻ. വിദ്യാരംഭം ഗ്രന്ഥെടുത്തതുകൊണ്ട് അതിന് മുഹൂർത്തം തന്നെ നമുക്ക് കുറിക്കാം. ആ മുഹൂർത്തത്തിൽ തന്നെ അതൊന്ന് തുടങ്ങി. ശരി 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 ശരി. പക്ഷെ ഇത് അതിന്റെ ഗൂഢമായിട്ടുള്ള മന്ത്രം തന്നെയായിരിക്കണം. അത് വിശേഷ അവസരങ്ങളിൽ മാത്രം പ്രയോഗം ഉണ്ടായിരിക്കണം. ഉത്തമനായിട്ടുണ്ടാവുന്ന, സന്താനതുല്യനായിട്ടുണ്ടാവുന്ന ശിഷ്യന് മാത്രം അത് വിധി പോലെ ഉപദേശിക്കണം. അതിന് വേണ്ട രീതിയിൽ ലിഖിതമായിട്ട് ഒരു ഗ്രന്ഥമായിട്ട് വെക്കുകയും വേണം. ഇത്രയും കാര്യം അതിന് വ്യക്തമാണ്. അത് മാത്രമല്ല, ഇതിന്റെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഇത്ര കാലം മുമ്പ് ഇതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള പശ്ചാത്തല ആശ്രമംഗല പ്രശ്നത്തിന്റെ വിധിപ്രകാരമാണ്. അത് ഇന്നതാണ് ഇതിന്റെ മൂലമന്ത്രം. ആ മൂലമന്ത്രമാണ് ഇതിന്റെ പ്രയോഗമന്ത്രം. അതിനുവേണ്ടി പ്രായോഗികമായിട്ട് അവിടെ കൽപ്പിക്കുന്നത് അതിന്റെ ഇത്രയും ചെറിയ മന്ത്രങ്ങളെ കൊണ്ട് മാത്രമാണ് അവിടുത്തെ ആചരണം. ഇത്യാദി കാര്യങ്ങളൊക്കെ ലേഖനം ചെയ്ത് ഒരു ഗ്രന്ഥമാക്കി, അതും സുഗൂഢമായിട്ട് ഈ വ്യാഴദൃഷ്ടി വരുമ്പോൾ ഒരു ഉപദേശക്രമം വേണം, നന്നായിട്ട് വേണം. അതിനാവശ്യമായിട്ട് അങ്ങേക്ക് ഗ്രന്ഥപരിശോധന ചെയ്യണമെങ്കിൽ അതും, ഉപദേശങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതും ആവാം. ഭാവിയില് നമ്മളുടെ ഇവിടുത്തെ നമ്മളിപ്പം പ്രത്യക്ഷമായിട്ടും പിന്നെ സിനിമ പ്രൊഡ്യൂസേഴ്സിന്റെ അസിസ്റ്റൻസ് ആണ് നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രസിദ്ധന്മാരായിട്ടുണ്ടാവുന്ന സിനിമ ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ തന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇവിടെ എത്തിയപ്പോഴാണ്. അപ്പൊ നമ്മൾ അഭിമാനിക്കുന്ന കാര്യമാണ് നമ്മൾ കേമന്മാരാണ്. കാരണം നമ്മുടെ അസിസ്റ്റ് ചെയ്യാൻ സിനിമയുടെ ആളുകളും മറ്റുമാണ് ഇതിന്റെ സംവിധാനത്തിലുള്ളത്. ലോകപ്രശസ്തനായിട്ടുള്ള വാസ്തുവിന്റെ ആചാര്യനാണ് നമ്മുടെ വേദിയിൽ, പ്രശ്നവേദിയിൽ സാക്ഷിയായിട്ടുള്ളത്. അതൊക്കെ നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന കാര്യമായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് അങ്ങയുടെ പൂജാമുറിയിലിരിക്കുന്ന ആ ദേവതയാണ് എന്ന് മനസ്സിലാക്കുന്ന സമയം വരെ നമ്മുടെ അഹങ്കാരം നമ്മുടെ വഴിതെറ്റിക്കുകയുള്ളൂ. കാരണം കൃത്യമായിട്ടും ഞാൻ ഒന്നും ഇടപെട്ടില്ല. ഇവര് പറഞ്ഞതാണ് ശുക്രനെ കൊണ്ട് ദേവതയെ ചിന്തിക്കാം. ആ ശുക്രൻ മീനരാശിയിലാണ് അങ്ങനെ കാണാൻ വന്നത്. സമർത്ഥാണല്ലോ. അതുകൊണ്ട് തന്നെ അത് വളരെ വ്യക്തമാണ്. ആ കാര്യം വ്യക്തമായല്ലോ. അതിനെ സംബന്ധിച്ച് വലിയൊരു വിശദീകരണം വേണ്ടതില്ല. അപ്പം കലകൾ ഭുജിച്ച് 14 കലകൾ ഭുജിച്ച് അടുത്ത കലയെ കൂടെ ഭുജിച്ചാൽ മാത്രമേ ഞാൻ പൂർണ്ണമാവൂ എന്ന് പറയുന്ന അതിന്റെ മഹത്തത്വത്തെ ഉൾക്കൊള്ളേണ്ടതുണ്ട് മന്ത്രപരമായിട്ട്. അത് പെട്ടെന്ന് തന്നെ മുഹൂർത്തം കുറിച്ച് അവിടുന്ന് തുടങ്ങണം. ആ തുടക്കം മാത്രമായിരിക്കും ഇവിടുത്തെ നമ്മുടെ വൈഷമ്യങ്ങളെ മുഴുവനും പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിയിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് കാരണഭൂതിയാവുന്നത് എന്ന് മനസ്സിലാക്കുക. തിഥൗ ശുഭായ. ഇനി ഈ മീനലഗ്നമായിട്ട് ചതുർദശി ക്ഷണിച്ചത് കൊണ്ട് ജലപ്രാധാന്യം അത് നമ്മള് അതിൽ നിന്നിട്ട് തന്നെ ചന്ദ്രനായതുകൊണ്ട് അല്ല, അത് ആ വിഷയം അങ്ങനെ ചർച്ചക്കല്ല, അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. മനസ്സിലായില്ല. ഈ മീനലഗ്നമായിട്ട് ഇപ്പൊ ജലരാശി ലഗ്നമായിട്ട് 4 ചന്ദ്രനാണ്. അപ്പൊ ഈ ഒരു വെള്ളത്തിന് പ്രാധാന്യമുള്ള വല്ല വിശേഷ അവസരങ്ങളോ? തീർത്ഥം പറഞ്ഞില്ലേ? പറഞ്ഞ് കഴിഞ്ഞ കാര്യമല്ലേ, അതിന്റെ ഉപരിയായിട്ട് വല്ലതും ഈ നമ്മള് അദ്ദേഹത്തിന്റെ ചന്ദ്രനില് അങ്ങനെ വിശേഷകാലം കാണേണ്ടതുണ്ടാവും. അപ്പോൾ അങ്ങ് കാണിച്ചല്ലോ സുഗൂഢത്വം എന്ന് പറയുന്നത് ഈ ആധിക്യത്തിലല്ലല്ലോ ഗൂഢത്വമുള്ള കൽപ്പനയിലാണല്ലോ. ഓരോന്നിനും ഓരോ ഗൂഢത്വം ഉണ്ടാവുമല്ലോ.
എനിക്ക് അത് വ്യക്തമാവാത്തത് മീനം രാശിയും 4-ലെ ചന്ദ്രനും കൂടെ ഉണ്ടാവുന്ന ബന്ധത്തെ. ഇപ്പൊ 4-ലെ ചന്ദ്രനാണല്ലോ മന്ത്രവിഷയത്തിലും ദേവതാ വിഷയത്തിലും സങ്കല്പത്തിലൊക്കെ നിശ്ചയിക്കപ്പെട്ട സാധനം. അപ്പൊ മീന ലഗ്നമായിട്ട് 4-ൽ നിൽക്കുമ്പം ഈ ദേവതയിൽ അങ്ങനെ വിശേഷമായിട്ട് വല്ല ജലത്തിൽ, അതായത് ജലവുമായിട്ട് ബന്ധപ്പെട്ട വല്ല വിശേഷങ്ങളും കൽപ്പിച്ച് വിശേഷ കാലങ്ങളോ അങ്ങനെ എന്തെങ്കിലും വല്ലതും ചാന്ദ്രമായ ശക്തിയിൽ അങ്ങനെ ആചരിക്കേണ്ടതുണ്ടാവും. അങ്ങനെ ആലോചിക്കാം. തീർച്ചയായിട്ടും 14-ാമത്തെ തിഥിയാണല്ലോ അല്ലേ? അത് അംഗീകരിക്കാം. രാശി ഒന്നും കൂടെ വ്യക്തമാക്കുക. അല്ല, ഈ അങ്ങ് കാണിച്ച രിക്ത തിഥികൾ പലതും വരാലോ ശനിക്കാലത്ത്. രിക്തയായിക്കോട്ടെ അഥവാ ജയായിക്കോട്ടെ 14-ാമത്തെ തിഥി ക്ഷണിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ്. അതിന്റെ ഗുണവും ദോഷമല്ല ചർച്ച ചെയ്യുന്നത്. 14-ാമത്തെ തിഥി എന്നുള്ള വിഷയത്തിൽ മാത്രം നിന്ന് ചർച്ച ചെയ്യുമ്പോൾ വല്ല ജലോത്ഭവമായിട്ടുള്ള വല്ല പ്രാധാന്യങ്ങൾ ചർച്ച ചെയ്യുമ്പം ലഗ്നം മീനലഗ്നമായിട്ട് വന്നു, അഥവാ ഈ ഉപാസനാ ദേവത ആശ്രയിച്ച ലഗ്നം മീനലഗ്നമായിട്ട് വന്നു. അങ്ങനെ വല്ല വല്ല വിഷയങ്ങളും ഈ അദ്ദേഹം കാണിച്ച വല്ല സ്വച്ഛാ വിപ്രവദൂരന്തി ക്രീഡന്തി സലിലോപരി എന്ന് പറഞ്ഞ ഒരു ലഗ്നമായിട്ട് വന്നല്ലോ മീനലഗ്നം. അപ്പൊ ഈ ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു കൽപ്പന വിശേഷ കാലഘട്ടത്തിൽ അങ്ങാണ് നോക്കിയതയിൽ അങ്ങോട്ട് അതിലൊരു ഗൂഢത്വം, അഥവാ ഈ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കർമാധിപന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ഗ്രഹമാണ്. ഈ പർവ്വതിഥികൾക്ക് കർമ്മവിശേഷം ഭാവിയിൽ കൽപ്പിക്കേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും അത് നിർബന്ധമായിട്ട് വേണ്ടത്. അതില് ചാന്ദ്രമായിരിക്കണം ആചരണങ്ങളല്ല. ഒരിക്കലും സൗരമായിട്ടുണ്ടാവുന്ന വിശേഷങ്ങൾ അതായിരിക്കരുത്. ചാന്ദ്രമായിരിക്കണം മുഴുവനും. മനസ്സിലാവുന്ന കാര്യമില്ലേ അല്ലേ? ഇവിടുത്തെ പ്രതിഷ്ഠാ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ചാന്ദ്രമായിരിക്കണം. എന്ന് വെച്ചാൽ അമ, പൗർണമി ഇത്യാദി ദിവസങ്ങൾക്കായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പം സംക്രമം പോലെ ഉണ്ടാവുന്ന സൗരമായിട്ടുണ്ടാവുന്ന വിഷയങ്ങളെക്കാൾ ചാന്ദ്രമായിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണം ഇവിടുത്തെ. അപ്പോ അതില് കുറച്ചും കൂടെ ഒന്നുമല്ല, ഈ വാവ് മുതൽ ഉപയോഗിക്കാം. ആ വാവ് മുതൽ ഉപയോഗിക്കുമ്പോൾ ഓരോന്നിനും ഓരോ വിശേഷ ഗൂഢത്വം ഉണ്ടാവില്ല ചന്ദ്രനിൽ. 14 ഇവിടെ അങ്ങനെ 14-ാമത്തെ തിഥി ക്ഷണിച്ചല്ലോ. അത് ലിപ്തയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഗുണദോഷങ്ങളില്ല. 14-ാമത്തെ തിഥി ക്ഷണിച്ചു നന്നായി. അങ്ങനെ എന്തോ ഒരു അല്ല കൽപ്പന. അത് അല്ല അതില് കൂടെ കുറച്ചുകൂടെ ഒരു വ്യക്തത വരാനുണ്ട്. കാരണം 4-ൽ ചന്ദ്രനും 10-ൽ ശുക്രനും അങ്ങനെ ആയി പോകുന്നുള്ളതാണ് വിശേഷത്വം വരുമ്പോൾ. ഈ സ്ഥലം അങ്ങനെ വന്നല്ലോ. ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്തല്ലോ, ഒരു വിശേഷമായൊരു തീർത്ഥ സങ്കേതത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം നമുക്കൊരു നിർമ്മാണ പദ്ധതി ഭാവിയിൽ ചെയ്യാനുള്ളൊരു ആശങ്ക. ഇപ്പോൾ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു ഭൂമി കണ്ട ആദ്യം ആ ഭൂമിയെ കാണിക്കാൻ പറയുന്ന എന്താണ് ജലം. അല്ല, ആദ്യം സ്ഥപതിയാണല്ലോ നിശ്ചയിക്കുന്നത്. ശരിക്കും ഇത് പറ്റുമോ പറ്റില്ലയോ അങ്ങനെയല്ലേ? അദ്ദേഹത്തെ കൊണ്ടല്ലേ പറ്റുമോ എന്ന് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉള്ളിലും തോന്നി. നമ്മളിങ്ങനെ ഗൃഹസ്ഥിയിലും ആ ചർച്ച വന്നു. ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് അങ്ങനെ ഒരു വിശിഷ്ടമായൊരു പവിത്രതയുണ്ട്. അതൊക്കെ ഇതിന്. അപ്പൊ ജലാശയത്തിന്റെ വിഷയങ്ങളും ഈ ശുക്രചന്ദ്രന്മാരുടെ കേന്ദ്രസ്ഥിതിയെ കൊണ്ട് ഒന്നും കൂടെ
ശുക്രേന്ദു ജീവ ശശിചേതീതി കേന്ദ്ര സംസ്ഥേർമാർഗോപഖണ്ഡമപി തോയനിധാനം അത്ര തോയനിധാനം ശുക്ര ഇന്ദു ജീവ ജീവ ശശിജൈഹി യതി കേന്ദ്ര സംസ്ഥൈഹി മാർഗോപഖണ്ഡമപി തോയനിധാനമത്ര. കേന്ദ്രേ അത് മതിയല്ലോ ഇവിടെ. കേന്ദ്രേ ശശി യതി തദ്ദിശി വാരിമാർഗം എന്നുള്ളത് വേണ്ട. കാരണം അത് ആദ്യത്തെ കേന്ദ്രത്തിൽ ചന്ദ്രനും ശുക്രനുണ്ട്. ആദ്യത്തെ പ്രമാണം പൂർവാർത്ഥം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പൂർവാർത്ഥം തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ശുക്ര ഇന്ദു ജീവ ശശിജൈഹി യതി കേന്ദ്ര സംസ്ഥൈഹി. അപ്പൊ ചന്ദ്രനോ ശുക്രനോ വ്യാഴമോ ബുധനോ കേന്ദ്ര സംസ്ഥന്മാരാവുന്നു എങ്കിൽ അപ്പൊ ഇതില് വ്യാഴബുധന്മാരുടെ കേന്ദ്രസ്ഥിതി ഇല്ല. അതുകൊണ്ട് തന്നെ യോഗം പൂർണ്ണമാണ്. യോഗത്തിൽ പറയുന്നത് ശുക്ര ഇന്ദു ജീവ ശശിജൈഹി. ഇപ്പൊ ചന്ദ്രൻ ശുക്രൻ വ്യാഴം ബുധൻ ഈ 4 ഗ്രഹങ്ങളുടെ കേന്ദ്രസ്ഥിതിയിലാണ് ഈ യോഗം പറയുന്നത്. പക്ഷെ യോഗത്തിന്റെ പൂർണ്ണത വരണമെങ്കിൽ ചന്ദ്രശുക്രന്മാരുടെ കേന്ദ്രസ്ഥിതിയാണ് വേണ്ടത്, വ്യാഴബുധന്മാരുടെ കേന്ദ്രസ്ഥിതി വേണ്ട. വ്യാഴബുധന്മാരുടെ കേന്ദ്രസ്ഥിതി ഇല്ലാണ്ട് ഈ പ്രമാണത്തിൽ ഇവരെ ഉൾപ്പെടുത്തിയെന്നുകൊണ്ടാണ്. അതെ. അപ്പോ കേവലം ജലഗ്രഹാത്മകത്വം വ്യാഴബുധന്മാരുടെ ഉണ്ടല്ലോ. ഇല്ലല്ലോ. ഉണ്ട്. ഇല്ല. എവിടെയാ അത് പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞില്ല. അതുകൊണ്ടാണ് യോഗപൂർണ്ണയ്ക്ക് വ്യാഴബുധന്മാരുടെ ആവശ്യമില്ല. എന്നാൽ ചന്ദ്രശുക്രന്മാരുടെ കേന്ദ്രസ്ഥിതിയാതെ വ്യക്തമാക്കി. എന്താണ് ഈ വ്യാഴബുധന്മാർക്ക് കേന്ദ്രഭാവസ്ഥിതി വന്നാലും ഇല്ല, പറഞ്ഞിട്ടില്ല. എവിടെയും പറഞ്ഞിട്ടില്ല എന്നല്ല, ഒരു സ്ഥലത്ത് നിഷേധിക്കുകയും ചെയ്തു. വ്യാഴബുധന്മാരുടെ ഒരു സ്ഥലത്ത് നിഷേധിക്കുകയും ചെയ്തു. അപ്പം വ്യാഴബുധന്മാര് ജലരാശിയിൽ ജലഗ്രഹങ്ങളുടെ സമ്പർക്കം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് വെള്ളമുള്ളത്. കേട്ടോ? അല്ല, ജലരാശിയിൽ ജലഗ്രഹത്തിന്റെ സമ്പർക്കത്തിൽ അല്ലാതെ വ്യാഴബുധന്മാർക്ക് ഒരിക്കലും പറഞ്ഞില്ല, നിഷേധിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഭൂമി ജലമീനവും കഞ്ഞിയും വെള്ളം ഉണ്ടല്ലോ. ഒന്നും കൂടെ കൂട്ടാനില്ല, ഇരട്ടിയാണ്. അല്ലേ? അതെ. അപ്പൊ അത് വിഷയല്ലേ? അടുത്ത വർഷത്തില് ഒന്നും കൂടെ അതിൻ്റെ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവുന്ന പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമാണ്, പരിപൂർണ്ണമാണ്. എന്നാൽ പൂർണ്ണമാക്കാന്ന് പറയുമ്പോൾ ആ ദൈവം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഭാവം മഹാ ആണ്. ആ മഹാ എത്തിയിട്ടില്ല. അതെത്തണം. പക്ഷേ അല്ല, അത് ഒരു സുപ്രഭാതം തന്നെ അതിന്റെ ആ വിഷയത്തിലൂടെ പോയി എത്തണം. അത്രയേ ഉള്ളൂ. അതിന് മിഥുനം രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് അതൊരിക്കലും ഇവിടെ വരേണ്ടതില്ല. ഇവിടെ വരേണ്ടതില്ല. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അത് പ്രാപിച്ചോണത്. മുഹൂർത്തം വേണോ വേണ്ടയോ എന്നുള്ളത് ചർച്ച ചെയ്യാം. മുഹൂർത്തം എന്തായാലും വേണം. ഇതിലേക്ക് മുഹൂർത്തം വേണം. അത് നമുക്ക് ശാസ്ത്രം അനുസരിച്ച് ഏത് ക്രിയായാലും. അല്ല, ഇപ്പം നിക്കട്ടെ ആയിട്ടില്ല. ഒറ്റ കാര്യം. ഇപ്പോ ശ്രീപാദ ശങ്കരി എന്ന് പറയുന്നത് അങ്ങയുടെ കരതലത്തിലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അങ്ങയുടെ ഉപാസനയിൽ ഉള്ള ദേവതയാണ്. ആ ഉപാസനയിലുള്ള ദേവത എന്ന് പറഞ്ഞാൽ അത് അങ്ങയുടെ ആത്മാവാവാം, മനസ്സാവാം, ബുദ്ധിയാവാം, എന്താവാം. ആ സമയത്ത് അങ്ങയോട് ഗുരുനാഥൻ പറയുന്നു, ഗുരുനാഥൻ വ്യക്തമായിട്ട് ഉപദേശിക്കുന്നു, നീ ആദ്യം ഇത്ര അക്ഷരമുള്ള മന്ത്രം നീ ജപിക്കുക. അത് ഇത്ര കാലം ജപിക്കുന്ന സമയത്ത് ആ അക്ഷരങ്ങൾ, ക്ഷരങ്ങളല്ലാത്ത ആ അക്ഷരങ്ങൾ ആത്മാവിൽ പ്രവേശിച്ച് താളാത്മകമായിട്ടുണ്ടാവുന്ന വിദ്യയിലൂടെ അത് ഇനി ഞാൻ സമ്പന്നനായി, ഇത് ഞാൻ കഴിഞ്ഞു, അടുത്തത് ഉപദേശിക്കുന്നു. അപ്പം മറ്റത് ഇതിലുണ്ട്.
അതിലുള്ളത് കൊണ്ട് അടുത്തത് ഉപദേശിക്കുന്നു. അതിൽ പൂർണ്ണനാവുന്ന സമയത്ത് അതിന്റെ അപ്പൊ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം തന്ത്രശാസ്ത്രം അതിന്റെ പരിധികൾ അദ്ദേഹത്തിന് ബന്ധനം ആക്കുന്നില്ല എന്നർത്ഥം. അവിടെ 16 ആയാലും 32 ആയാലും അതിന്റെ അക്ഷരക്രമങ്ങൾ എത്ര വിപുലമായി കഴിഞ്ഞാലും ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഈ ഉത്തമ ശിഷ്യൻ മനസ്സിലാക്കുന്നു, ഞാൻ വന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാനം. ഏറ്റവും പൂർണ്ണതയിലേക്ക് തന്നെ എടുക്കണം. വേണ്ടതില്ല എന്ന് പറയാൻ കാരണം ഉപാസനാ തലമാണിപ്പോ. അല്ല, ഇതിന് തന്നെ ഒരു മുഹൂർത്തം വിധിച്ചില്ല. ഈ പദ്ധതിയിൽ മുഹൂർത്തം ഉണ്ടല്ലോ, ദീക്ഷാമുഹൂർത്തം ഈ പദ്ധതിയിൽ തന്നെ ഉണ്ടല്ലോ. അല്ല, അതാണ് സുഗൂഢത്വം. അതെ, വീട്ടിൽ നിന്ന്, ഗൃഹത്തിൽ നിന്ന്. യാത്രക്ക് മുമ്പ് അല്ല, ഇത് കുറച്ച് കടന്ന് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഞാനിപ്പോ തൽക്കാലം ഈ അവസരം നമ്മുടെ വർമ്മ സാറിനോട് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, വെറുതെ ഒരു തമാശയാണ്. അങ്ങ് നല്ല ആദ്യമായിട്ട് എടുത്തു വെക്കാൻ പറഞ്ഞ സമയത്ത് എന്തിനായിരുന്നു ഈ ഗ്രന്ഥം എടുത്തു വെച്ചത് തോന്നി? ഇത്രയും ആ സമയം വരുമ്പോ ഇത് വളരെ വ്യക്തമാവും. ഒരു സംശയം, ശ്രീവിദ്യാ പദ്ധതിയിൽ പരിചയമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഈ മീനം രാശി ഉത്തമ ദമ്പതിമാരെ സ്മരിക്കേണ്ടതായ ഒരു രാശി. അതെ, മിഥുനൻ രാശി നിൽക്കുന്നതായ മന്ത്രവിഷയത്തെ സൂചിപ്പിച്ചു. സൂര്യചന്ദ്രന്മാരുടെ സംയോഗം പ്രച്ഛാകാലത്തെങ്കിലും പ്രശ്നകാലത്തെങ്കിലും ഉണ്ട്. അത്തരത്തിൽ വിഷയങ്ങളെ ആയിരിക്കില്ല. തീർച്ചയായിട്ടും. അല്ലേ, എനിക്കറിയില്ല. അപ്പൊ അറിയില്ല എന്നുള്ളത് മനസ്സിലായി. അതെ അതെ അതെ. അപ്പൊ അത് നന്നായി. അപ്പൊ അതിലേക്കാണ് ഇപ്പം അടുത്ത വിഷയം വരുന്ന സമയത്തേക്ക് പൂർണ്ണമായിട്ട് അതിലെത്തും. വേണം വേണം വേണം. അതിലെ മുഹൂർത്തം ആ കൽപ്പനയ്ക്ക് അനുസരിച്ചുള്ള മുഹൂർത്തം മാത്രമേ വേണ്ടൂ. എന്ന് വെച്ചാൽ ആ കൽപ്പനയിൽ ഏതാണോ അത്രയും വേണം. അതെ അതെ. അത് ഇവിടെ വന്നിട്ട് ഇവിടത്തെ കലശപൂജയിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ള ധാരണ തെറ്റാണ്. യാത്രക്ക് മുമ്പുമാണ് മിഥുനം രാശി യാത്രക്ക് നിഷേധം. വീണാധരോ ഗുണധരോപി നിഷിദ്ധേവ. ഗുണധരം എത്ര ഗുണമുണ്ടായാലും യാത്രക്ക് മുമ്പ് ചെയ്യേണ്ട കർമ്മങ്ങള് മിഥുനലഗ്നത്തിൽ ചെയ്യണം. യാത്രക്ക് നിഷിദ്ധ. മുഹൂർത്തം വേണം. അത് ജ്യോതിഷപരമായിട്ടാണെങ്കിലും അങ്ങയുടെ തന്ത്രപരമായിട്ടായാലും ഈ തിഥി നക്ഷത്രാദി പർവ്വങ്ങളുടെ സ്വാധീനം ഈ മുഹൂർത്തത്തിനുണ്ട്. അത് ഈ ഉണ്ട്. അതിലെന്താന്ന് വെച്ചാല് അല്ല, ഒരു കാര്യം ചെയ്തോളൂ. ഒരു എഴുത്തിനിരുത്താൻ പറ്റിയിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ അത് തുടങ്ങാൻ. വിദ്യാരംഭം ഗ്രന്ഥ അതിന് മുഹൂർത്തം തന്നെ നമുക്ക് കുറിക്കാം. ആ മുഹൂർത്തത്തിൽ തന്നെ അത് തുടങ്ങും. ശരി. പക്ഷെ ഇത് അതിന്റെ ഗൂഢമായിട്ടുള്ള മന്ത്രം തന്നെയായിരിക്കണം. അത് വിശേഷ അവസരങ്ങളിൽ മാത്രം പ്രയോഗം ഉണ്ടായിരിക്കണം. ഉത്തമനായിട്ടുണ്ടാവുന്ന, സന്താനതുല്യനായിട്ടുണ്ടാവുന്ന ശിഷ്യന് മാത്രം അത് വിധി പോലെ ഉപദേശിക്കണം. അതിന് വേണ്ട രീതിയിൽ ലിഖിതമായിട്ട് ഒരു ഗ്രന്ഥമായിട്ട് വെക്കുകയും വേണം. ഇത്രയും കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. അത് മാത്രമല്ല, ഇതിന്റെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഇത്ര കാലം മുമ്പ് ഇതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള പശ്ചാത്തല അഷ്ടമംഗല പ്രശ്നത്തിന്റെ വിധിപ്രകാരമാണ്. അത് ഇന്നതാണ് ഇതിന്റെ മൂലമന്ത്രം. ആ മൂലമന്ത്രമാണ് ഇതിന്റെ പ്രയോഗമന്ത്രം. അതിനുവേണ്ടി പ്രായോഗികമായിട്ട് അവിടെ കൽപ്പിക്കുന്നത് അതിന്റെ ഇത്രയും ചെറിയ മന്ത്രങ്ങളെ കൊണ്ട് മാത്രമാണ് അവിടുത്തെ ആചരണം. ഇത്യാദി കാര്യങ്ങളൊക്കെ ലേഖനം ചെയ്ത് ഒരു ഗ്രന്ഥമാക്കി അതും
സുഗൂഢമായിട്ട് ഈ വ്യാഴദൃഷ്ടി വരുമ്പോൾ ഒരു ഉപദേശക്രമം മാത്രം വേണം, നന്നായിട്ട് വേണം. അതിനാവശ്യമായിട്ട് അങ്ങേക്ക് ഗ്രന്ഥപരിശോധന ചെയ്യണമെങ്കിൽ അതും, ഉപദേശങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതും ആവാം. ഭാവിയില് നമ്മളുടെ ഇവിടുത്തെ നമ്മളിപ്പം പ്രത്യക്ഷമായിട്ടും പിന്നെ സിനിമ പ്രൊഡ്യൂസേഴ്സിന്റെ അസിസ്റ്റൻസ് ആണ് നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രസിദ്ധന്മാരായിട്ടുണ്ടാവുന്ന സിനിമ ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ തന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇവിടെ എത്തിയപ്പോഴാണ്. അപ്പൊ നമ്മൾ അഭിമാനിക്കുന്ന കാര്യമാണ് നമ്മൾ കേമന്മാരാണ്. കാരണം നമ്മുടെ അസിസ്റ്റ് ചെയ്യാൻ സിനിമയുടെ ആളുകളും മറ്റുമാണ് ഇതിന്റെ സംവിധാനത്തിനുള്ളത്. ലോകപ്രശസ്തനായിട്ട് വാസ്തുവിന്റെ ആചാര്യനാണ് നമ്മുടെ വേദിയിൽ, പ്രശ്നവേദിയിൽ സാക്ഷിയായിട്ടുള്ളത്. അതൊക്കെ നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന കാര്യമായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് അങ്ങയുടെ പൂജാമുറിയിലിരിക്കുന്ന ആ ദേവതയാണ് എന്ന് മനസ്സിലാക്കുന്ന സമയം വരെ നമ്മുടെ അഹങ്കാരം നമ്മുടെ വഴി തെറ്റിക്കുകയുള്ളൂ. കാരണം കൃത്യമായിട്ടും ഞാൻ ഒന്നും ഇടപെട്ടില്ല. ഇവര് പറഞ്ഞതാണ് ശുക്രനെ കൊണ്ട് ദേവതയെ ചിന്തിക്കാം. ആ ശുക്രൻ മീനരാശിയിലാണ് അങ്ങനെ കാണാൻ വന്നത്. സമർത്ഥാണല്ലോ. അതുകൊണ്ട് തന്നെ അത് വളരെ വ്യക്തമാണ്. ആ കാര്യം വ്യക്തമായല്ലോ. അതിനെ സംബന്ധിച്ച് വലിയൊരു വിശദീകരണം വേണ്ടതില്ല. അപ്പം കലകൾ ഭുജിച്ച് 14 കലകൾ ഭുജിച്ച് അടുത്ത കലയെ കൂടെ ഭുജിച്ചാൽ മാത്രമേ ഞാൻ പൂർണ്ണമാവൂ എന്ന് പറയുന്ന അതിന്റെ മഹത്തത്വത്തെ ഉൾക്കൊള്ളേണ്ടതുണ്ട് മന്ത്രപരമായിട്ട്. അത് പെട്ടെന്ന് തന്നെ മുഹൂർത്തം കുറിച്ച് അവിടുന്ന് തുടങ്ങണം. ആ തുടക്കം മാത്രമായിരിക്കും ഇവിടുത്തെ നമ്മുടെ വൈഷമ്യങ്ങളെ മുഴുവനും പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിയിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് കാരണഭൂതിയാവുന്നത് എന്ന് മനസ്സിലാക്കുക. തിഥൗ ശുഭായാം. ഇനി ഈ മീനലഗ്നമായിട്ട് ചതുർദശി തിരിച്ച് ക്ഷണിച്ചത് കൊണ്ട് ജലപ്രാധാന്യം അത് നമ്മൾ അതിൽ നിന്നിട്ടല്ല ചന്ദ്രനായ അല്ല, അത് ആ വിഷയം അങ്ങനെ ചർച്ചക്കല്ല, അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൂ. മനസ്സിലാക്കാം. ഈ മീനലഗ്നമായിട്ട് ഇപ്പൊ ജലരാശി ലഗ്നമായിട്ട് 4 ചന്ദ്രനാണ്. അപ്പൊ ഈ ഒരു വെള്ളത്തിന് പ്രാധാന്യമുള്ള വല്ല വിശേഷ അവസരങ്ങളോ തീർത്ഥം പറഞ്ഞില്ലേ, പറഞ്ഞ കഴിഞ്ഞ കാര്യമല്ലേ, അതിലെ ഉപരിയായിട്ട് വല്ലതും ഈ നമ്മള് ഇദ്ദേഹത്തിന്റെ ചന്ദ്രനില് അങ്ങനെ വിശേഷകാലം കാണേണ്ടതുണ്ടാവും. അപ്പൊ അങ്ങ് കാണിച്ചല്ലോ സുഗൂഢത്വം എന്ന് പറയുന്നത് ഈ ആധിക്യത്തിലല്ലോ ഗൂഢത്വമുള്ളത്, കൽപ്പനയിലാണല്ലോ. ഓരോന്നിനും ഓരോ ഗൂഢത്വം ഉണ്ടാവുമല്ലോ. എനിക്ക് അത് വ്യക്തമാവാത്തത് മീനം രാശിയും 4 ചന്ദ്രനും കൂടെ ഇപ്പൊ 4 ചന്ദ്രനാണല്ലോ മന്ത്രവിഷയത്തിലും ദേവതാ വിഷയത്തിലും സങ്കല്പത്തിലൊക്കെ നിശ്ചയിക്കപ്പെട്ട സാധനം. അപ്പൊ മീന ലഗ്നമായിട്ട് 4 നിൽക്കുമ്പം ഈ ദേവതയിൽ അങ്ങനെ വിശേഷമായിട്ട് വല്ല ജലവുമായിട്ട് ബന്ധപ്പെട്ട വല്ല വിശേഷങ്ങളും കൽപ്പിച്ച് വിശേഷ കാലങ്ങളോ അങ്ങനെ എന്തെങ്കിലും വല്ലതും ചാന്ദ്രമായ ശക്തിയിൽ അങ്ങനെ ആചരിക്കേണ്ടതുണ്ടാവും. അങ്ങനെ ആലോചിക്കാം. തീർച്ചയായിട്ടും 14ാമത്തെ തിഥിയാണല്ലോ അല്ലേ, അത് അംഗീകരിക്കാം. രാശി ഒന്നും കൂടെ വ്യക്തമാക്കുക. അല്ല, ഈ അങ്ങ് കാണിച്ച രിക്ത തിഥികൾ പലതും വരാലോ ക്ഷണിക്കാറ്. രിക്തയായിക്കോട്ടെ അഥവാ ജയായിക്കോട്ടെ 14ാമത്തെ തിഥി ക്ഷണിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ്. അതിന്റെ ഗുണവും ദോഷമല്ല ചർച്ച ചെയ്യുന്നത്. 14ാമത്തെ തിഥി എന്നുള്ള വിഷയത്തിൽ മാത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വല്ല ജലോത്ഭവമായിട്ടുള്ള വല്ല പ്രാധാന്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ലഗ്നം മീനലഗ്നമായിട്ട് വന്നു, അഥവാ ഈ ഉപാസനാ ദേവത ആശ്രയിച്ച ലഗ്നം മീനലഗ്നമായിട്ട് വന്നു. അങ്ങനെ വല്ല വിഷയങ്ങളും ഈ അദ്ദേഹം കാണിച്ച വല്ല സ്വച്ഛാ വിപ്രവദൂരന്തി ക്രീഡന്തി സലിലോപരി എന്ന് പറഞ്ഞ ഒരു ലഗ്നമായിട്ട് വന്നല്ലോ മീനലഗ്നം.
അപ്പൊ ഈ ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു കൽപ്പന വിശേഷ കാലഘട്ടത്തിൽ അങ്ങനെ നോക്കുകയിൽ അങ്ങോട്ട് അതിൻ്റെ ഒരു ഗൂഢത്വം അഥവാ ഈ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കർമാധിപന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ഗ്രഹമാണ്. ഈ പർവ്വതിഥികൾക്ക് കർമ്മവിശേഷം ഭാവിയിൽ കൽപ്പിക്കേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും അത് നിർബന്ധമായിട്ട് വേണ്ടത്. അതില് ചാന്ദ്രമായിരിക്കണം ആചരണങ്ങളല്ല. ഒരിക്കലും സൗരമായിട്ടുണ്ടാവുന്ന വിശേഷങ്ങൾ അതായിരിക്കരുത്. ചാന്ദ്രമായിരിക്കണം മുഴുവനും. മനസ്സിലാവുന്ന കാര്യമില്ലേ അല്ലേ? ഇവിടുത്തെ പ്രതിഷ്ഠാ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ചാന്ദ്രമായിരിക്കണം. എന്ന് വെച്ചാൽ അമ, പൗർണമി ഇത്യാദി ദിവസങ്ങൾക്കായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പം സംക്രമം പോലെ ഉണ്ടാവുന്ന സൗരമായിട്ടുണ്ടാവുന്ന വിഷയങ്ങളെക്കാൾ ചാന്ദ്രമായിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണം ഇവിടുത്തെ. അപ്പോ അതില് കുറച്ചുകൂടെ ഒന്നുമില്ല. ഈ വാവ് മുതൽ ഉപയോഗിക്കാം. ആ വാവ് മുതൽ പൂജയിക്കുമ്പോൾ ഓരോന്നിനും ഓരോ വിശേഷ ഗൂഢത്വം ഉണ്ടാവും ചന്ദ്രന്. 14 ഇവിടെ അങ്ങനെ 14ാമത്തെ തിഥി ക്ഷണിച്ചുവല്ലോ. ഇത് ലിപ്തയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഗുണദോഷങ്ങളുമില്ല. 14ാമത്തെ തിഥി ക്ഷണിച്ചു. നന്നായി അങ്ങനെ എന്തോ ഒരു കൽപ്പന. അല്ല അതിലും കൂടെ കുറച്ചുകൂടെ ഒരു വ്യക്തത വരാനുണ്ട്. കാരണം 4-ൽ ചന്ദ്രനും 10-ൽ ശുക്രനും അങ്ങനെ ആയി പോകുന്നുള്ളതാണ് വിശേഷത്വം വരുമ്പോൾ. ഈ സ്ഥലം അങ്ങനെ വന്നല്ലോ. ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്തല്ലോ, ഒരു വിശേഷമായൊരു തീർത്ഥ സങ്കേതത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം നമുക്കൊരു നിർമ്മാണ പദ്ധതി ഭാവിയിൽ ചെയ്യാനുള്ളൊരു ആശങ്ക. ഇപ്പോൾ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു ഭൂമി കണ്ട ആദ്യം ആ ഭൂമിയെ കാണിക്കാൻ പറയുന്ന എന്താണ് അല്ല, ആദ്യം സ്ഥപതിയാണല്ലോ നിശ്ചയിക്കുന്നത്. ശരിക്കും ഇത് പറ്റുമോ പറ്റില്ലയോ അങ്ങനെയല്ലേ? ഒരു അദ്ദേഹത്തെ കൊണ്ടല്ലേ പറ്റുമോ എന്ന് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉള്ളിലും തോന്നി നമ്മളിങ്ങനെ ഗ്രഹസ്ഥിതിയിലും ആ ചർച്ച വന്നു. ഈ തെക്കുകിഴക്ക് ഭാഗത്ത് അങ്ങനെ ഒരു വിശിഷ്ടമായ ഒരു പവിത്രതയുണ്ട്. അതൊക്കെ ഇതിന്. അപ്പൊ ജലാശയത്തിന്റെ വിഷയങ്ങളും ഈ ശുക്രചന്ദ്രന്മാരുടെ കേന്ദ്രസ്ഥിതിയെ കൊണ്ടൊന്നുകൂടെ ശുക്രേന്ദു ജീവ ശശിജേന്ദ്രേതി കേന്ദ്ര സംസ്ഥേർമാർഗോപകണ്ഡമപി തോയനിധാനം അത്ര തോയനിധാനം. ശുക്ര ഇന്ദു ജീവ ശശിജൈഹി യദി കേന്ദ്ര സംസ്ഥൈഹി മാർഗോപകണ്ഠമപി തോയനിധാനമത്ര. കേന്ദ്രേ അത് മതിയല്ലോ. കേന്ദ്രേ ശശി യതി തദ്ദിശി വാരിമാർഗം എന്നുള്ളത് വേണ്ട. കാരണം അത് കേന്ദ്രത്തിൽ ചന്ദ്രനും ശുക്രനുണ്ട്. ആദ്യത്തെ പ്രമാണം പൂർവാർത്ഥം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പൂർവാർത്ഥം തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ശുക്ര ഇന്ദു ജീവ ശശിജൈഹി യതി കേന്ദ്ര സംസ്ഥൈഹി. അപ്പൊ ചന്ദ്രനോ ശുക്രനോ വ്യാഴമോ ബുധനോ കേന്ദ്ര സംസ്ഥന്മാരാകുന്നു എങ്കിൽ അപ്പൊ ഇതില് വ്യാഴബുധന്മാരുടെ കേന്ദ്രസ്ഥിതി ഇല്ല. അതുകൊണ്ട് തന്നെ യോഗം പൂർണ്ണമാണ്. യോഗത്തിൽ പറയുന്നത് ശുക്ര ഇന്ദു ജീവ ശശിജൈഹി. ഇപ്പൊ ചന്ദ്രൻ ശുക്രൻ വ്യാഴം ബുധൻ ഈ 4 ഗ്രഹങ്ങളുടെ കേന്ദ്രസ്ഥിതിയിലാണ് യോഗം പറയുന്നത്. പക്ഷെ യോഗത്തിന്റെ പൂർണ്ണത വരണമെങ്കിൽ ചന്ദ്രശുക്രന്മാരുടെ കേന്ദ്രസ്ഥിതിയാണ് വേണ്ടത്, വ്യാഴബുധന്മാരുടെ കേന്ദ്രസ്ഥിതി വേണ്ട.
വ്യാഴബുധന്മാരുടെ കേന്ദ്രസ്ഥിതി ഇല്ലാണ്ട് ഈ പ്രമാണത്തിൽ ഇവർ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ്. അതെ. അപ്പോ കേവലം ജലഗ്രഹാത്മകത്വം വ്യാഴബുധന്മാരിലുണ്ടല്ലോ. ഇല്ലല്ലോ. ഉണ്ട്. ഇല്ല. എവിടെയാ പറഞ്ഞത്? അത് പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞില്ല. അതുകൊണ്ടാണ് യോഗപൂർണ്ണയ്ക്ക് വ്യാഴബുധന്മാരുടെ ആവശ്യമില്ല. എന്നാൽ ചന്ദ്രശുക്രന്മാരുടെ കേന്ദ്രസ്ഥിതി വ്യക്തമാക്കി. എന്താണ് ഈ വ്യാഴബുധന്മാർക്ക് കേന്ദ്രഭാവസ്ഥിതി വന്നാലും ഇല്ല, പറഞ്ഞിട്ടില്ല. എവിടെയും പറഞ്ഞിട്ടില്ല എന്നല്ല, ഒരു സ്ഥലത്ത് നിഷേധിക്കുകയും ചെയ്തു. വ്യാഴബുധന്മാരുടെ ഒരു സ്ഥലത്ത് നിഷേധിക്കുകയും ചെയ്തു. അപ്പം വ്യാഴബുധന്മാര് ജലരാശിയിൽ ജലഗ്രഹങ്ങളുടെ സമ്പർക്കം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് വെള്ളമുള്ളത്. കേട്ടോ? അല്ല, ജലരാശിയിൽ ജലഗ്രഹത്തിന്റെ സമ്പർക്കത്തിലല്ലാതെ വ്യാഴബുധന്മാർക്ക് ഒരിക്കലും പറഞ്ഞില്ല, നിഷേധിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഭൂമി ജലവും കന്നിയും വെള്ളം ഉണ്ടല്ലോ. രാശിയുടെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാശിയില് മീനത്തില് ജലമുണ്ട്, കന്നിയില് ജലമുണ്ട്. അതെ. ഈ രണ്ടിന്റെ അധിപന്മാരാണ് ഈ ബുധനും വ്യാഴം. അയ്യോ, അതങ്ങനെ അല്ലെങ്കിൽ ഈ നിഷേധിച്ചോ ശുക്രേന്ദ്ര ജീവ ശശിജൈഹി കേന്ദ്ര സംസ്ഥ വ്യാഴബുധന്മാരുടെ കേന്ദ്രം വന്നാൽ ഈ പ്രമാണത്തിലൊരു ആശങ്ക തോന്നൂലേ? അതന്നെയാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗ്രന്ഥാന്തരം പറഞ്ഞത് ഈ യോഗത്തിന്റെ പൂർണ്ണതയിൽ എന്താണ് ചന്ദ്രശുക്രന്മാരുടെ കേന്ദ്രസ്ഥിതിയാണ് ഈ യോഗം. അല്ല, ഗ്രന്ഥാന്തരത്തിന്റെ ആവശ്യമില്ല. ഈ ഗ്രന്ഥാന്തരത്തിൽ ഈ ആചാര്യന്റെ അഭിപ്രായമല്ലേ സ്വീകരിക്കണ്ടേ? അല്ല, ഈ ആചാര്യ അങ്ങനെ അഭിപ്രായമല്ല. ഈ ആചാര്യന്റെ നിലമേങ്ങൾക്ക് പ്രശ്നമാർഗാചാര്യന്റെ അഭിപ്രായമല്ല, പൂർവാചാര്യന്റെ അഭിപ്രായം. പൂർവാചാര്യ അഭിപ്രായങ്ങള് ഈ വ്യാഴവും ശുക്രനും അല്ല, വ്യാഴവും ബുധനും അങ്ങനെയാണെങ്കിൽ ഈ ഗ്രഹങ്ങളെ എന്തിനുൾപ്പെടുത്തി എന്നൊരു ആശങ്ക വരൂലേ ശാസ്ത്രപദ്ധതി? കേവലം ചന്ദ്രനെയും ശുക്രനെയും മാത്രം ആചാരം ഉൾപ്പെടുത്തിയാൽ പോരെ? ഈ സംശയഗ്രസ്തമുണ്ടാക്കുന്ന ഈ രണ്ട് വ്യാഴബുധന്മാരെ എന്തിനീ ഗ്രഹസ്ഥിതിയിൽ ഉൾപ്പെടുത്തി? അതാണ് പറഞ്ഞത്. ആശ്രയകവും ഗുരു ആശ്രയാനുവിധാനിത്വം സംഹിതയിൽ പറയുന്നു. ആശ്രയകവും ഗുരു സൗമ്യവും അല്ലല്ല, അതല്ല, ആശ്രയകവും ഗുരു സൗമ്യവും. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭൂതത്തിന്റെ ആശ്രയത്വം വ്യാഴബുധന്മാരിന് വേണ്ടേ? ഇല്ല, വേണ്ടതില്ല. ഈ കേവലം ജലത്തിന്റെ ആശ്രയത്വം മാത്രം എന്തുകൊണ്ട് വ്യാഴബുധന്മാരിൽ വന്നു? ജലവിഷയത്തിൽ വ്യാഴത്തിലോ ബുധനിലോ ജലമില്ല, വെള്ളമില്ല. ചന്ദ്രശുക്രന്മാരിൽ എപ്പോഴും വെള്ളമുണ്ട്. ജലാത്മകവും ജ്ഞേയവും ജലാത്മകങ്ങളാണ്. ആശ്രയവും ഗുരു സൗമ്യവും ആശ്രയകന്മാരാണ്. അവിടുത്തെ ഏത് രാശിയെയാണോ ഗ്രഹത്തെയാണോ ആശ്രയിക്കുന്ന സമയത്ത് വ്യാഴബുധന്മാരിൽ ജലമുണ്ട്. പ്രസിദ്ധമായ ജലസമ്പൂർണമായ രാശിയുടെ അങ്ങനെയാണെങ്കിൽ കർക്കിടചന്ദ്രയോഹോ സമാനധർമ്മം പ്രയോഗിക്കാൻ കാരണം കർക്കിടചന്ദ്രയോ സമാനധർമ്മമല്ല. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം വളരെ വ്യക്തമായിട്ടാണ്. കാരണം ഇടവരാശിയിലോ തുലാരാശിയിലോ ജലം ഇല്ലല്ലോ. ഇടവരാശിയിൽ വെള്ളമുണ്ട്. എവിടെയാ വെള്ളം? എന്താ ഇടവരാശി വെള്ളമില്ല, അത് വെള്ളത്തിന് അടുത്തുള്ള രാശി മാത്രമാണ്. അത് പറഞ്ഞല്ലോ, ഈ പുരാതന രൂപങ്ങളെ ചിന്തിക്കുമ്പോ ജലത്തോടൊട്ടടുത്ത ജലത്തിന്റെ തീരാണ്. ജലത്തിന്റെ തീരമാണെങ്കിൽ അത് പറഞ്ഞല്ലോ, ഈ കുംഭരാശിക്ക് പറഞ്ഞല്ലോ, അവിടെയാണല്ലോ വ്യക്തി വൃഷളഹ സ്ഥൈര്യസ്ഥിരം ജലാർത്ഥി. അതിന്റെ അടുത്തുണ്ടായാൽ ആ സാധനം അവിടെ കിട്ടും. ശരി, അത് ജലത്തിനായി വെള്ളത്തോടൊട്ട് അടുത്തവയാണ്. വെള്ളത്തിന്റെ അഭാവമുള്ളതല്ല, അതിന്റെ തൊട്ടടുത്ത് വെള്ളമുണ്ട്. ശരി, ആയിക്കോട്ടെ. അപ്പൊ മകരത്തിൽ നിറച്ചും വെള്ളമുണ്ട്. മകരത്തിൽ ചില ഭാഗത്ത് മുഴുവൻ വെള്ളം പറയേണ്ടി വരും. മുഴുവൻ വെള്ളം പറയേണ്ടി വരുന്ന വെള്ളമുണ്ട്. ഉണ്ട്. ശനിയിൽ വെള്ളം ഉണ്ടാവും. ശനിയിൽ വെള്ളം പറയില്ലേ? ശനിയിൽ പറയില്ലേ നിങ്ങൾക്ക് വെള്ളം കിട്ടുക എവിടെയാണ്? പാറയുടെ ഉള്ളിലേക്ക് കിട്ടും എന്ന് പറഞ്ഞേ. വെള്ളം അത് പാറയുടെ ഉള്ളിൽ വെള്ളം അത് അങ്ങനെയൊന്നും അങ്ങനെ നിങ്ങളാ വ്യാഴം ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അത്
ദേവി കുജ സൗര. ഇത് ഈ ഇതൊക്കെ എന്താ എന്നോടുള്ള ആക്രമണം ഇത്രയും അർപ്പതിക്കണം. ഗ്രഹണം ഈ വെള്ളം പാറയുടെ ഉള്ളിലാണ്. ജ്യോതിശാസ്ത്രത്തിൽ ശുഷ്ക രവി കുജ സൗര, സൂര്യൻ എല്ലാത്തിലും പാപം ശുഷ്കാരജികുജ സൗരാഹാന്ന് പറഞ്ഞു പോയ കൃഷ്ണയാചാര്യന് അതില് ശുഷ്കമാണ്. ശുഷ്കം എന്ന് വെച്ചാൽ ജലശൂന്യമാണ്. അത് അങ്ങനെയാണെങ്കിൽ ഈ ശനിയെ പാഷാണ ജലം എന്ന് പറയാൻ ശനിക്ക് മാത്രമേ ഉള്ളൂ. പാഷാണത്തിൽ ഈ പഞ്ചഭൂതങ്ങളുടെ ഇതിലുണ്ട്. പാറയാണെങ്കിലും പ്രത്യക്ഷത്തിൽ പാറയുടെ ഉള്ളിൽ വെള്ളം കിട്ടുന്നല്ലോ. ശരി, അങ്ങനെ അങ്ങ് ബോർ ചെയ്താൽ വെള്ളം കിട്ടാൻ പാടുള്ളൂ. ഈ ഒരു അനാവശ്യമായിട്ടുള്ള അനാവശ്യമില്ല. നിങ്ങളതിനെ വെറുതെ ഇങ്ങനെ ഈ വ്യാഴശുക്രന്മാരാ വ്യാഴബുധന്മാര് എവിടെയും അന്വേഷിച്ചാ വെള്ളം ഉണ്ടാവും. അതുകൊണ്ടാണ് ജലയോഗത്തില് കർത്താക്കന്മാരാക്കിയവരാ. അല്ല, കർത്താക്കന്മാരല്ല. ഹിന്ദു ജീവ ശശിജയി. അതെ അതെ അതെ. ഈ 4 ഗ്രഹങ്ങളുടെ കേന്ദ്രസ്ഥിതി വന്നാല് ഹിന്ദു ജീവ ശശി, ശുക്രേന്ദ്ര ജീവ ശശിജയി. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം ജലഗ്രഹങ്ങളെ രണ്ടുപേരെ പറഞ്ഞ് പിന്നെ വ്യാഴബുധന്മാരെ പറഞ്ഞുകൊണ്ട് അവരുടെ വിഷയം ഈ യോഗത്തിൽ ഇല്ല. എന്തുകൊണ്ടാണ്? ആശ്രയകവും ഗുരു സൗമ്യവും. വ്യാഴബുധന്മാരെ ആശ്രയകന്മാരാണ്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഇവിടെ യോഗപൂർണത വന്നിരിക്കുന്നു. ഇവിടെ മീനം രാശിയായിട്ട് 4 ചന്ദ്രനും 10 ശുക്രനും ഉണ്ട്. അപ്പൊ യോഗത്തിന്റെ പൂർണ്ണതയുണ്ട്. 4 ചന്ദ്രനും 10 ശുക്രനും മീനെടുക്കും. യോഗപൂർണത വന്നു. ശുക്രേന്ദു ജീവശശിജയി യതി കേന്ദ്ര സംസ്ഥയിൽ മാർഗോപകണ്ഠമപി തോയം നിധാനം അത്ര. ഇതിനൊന്ന് വ്യാഖ്യാനിക്കുക. എന്താണ് ഈ മാർഗോപകണ്ഠമപി തോയ നിധാനം അത്ര? ഈ ഒരു ശശിജയി എന്ന് പറഞ്ഞത് വേണ്ട വേണ്ട, അത് സിദ്ധാന്തിച്ചല്ലോ. അത് നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഇത് വളരെ വ്യക്തമായിരിക്കുന്ന അനുഷ്ഠാന പദ്ധതികാരൻ ഈ ശ്ലോകം ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ബൃഹത് സംഹിതയാണ്. ബൃഹത് സംഹിതാകാരനെയാണ് ഇവിടത്തേക്ക് ഇത് ചെയ്യുന്നത്. ജലരാശിലക്തമായിട്ട് ശുക്രേന്ദ്രന്മാരുടെ കേന്ദ്രം വന്നാല് അവിടെ വെള്ളം പൂർണ്ണ മാർഗോപകണ്ഠമപി തോയ നിധാനം അത്ര ഉപയോഗിക്കുക. ശുക്രേന്ദു ജലപൂർണ്ണം, ശുക്രേന്ദ്രന്മാരുടെ കേന്ദ്രവും ജലരാശിലക്തമായ പൂർണ്ണമാണ്. അപ്പൊ പ്രത്യക്ഷമാണ്. മറ്റേത് കേവലം മാർഗോപകണ്ഠം എന്ന് വെച്ചാൽ വഴിക്കുള്ള വെള്ളത്തിലേ ചിന്തിക്കാതെ. അതെ. അപ്പൊ 4 ചന്ദ്രനും 10 ശുക്രനും വരുന്ന സമയത്ത് ഉപരിഭാഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളം ഒരു പാതാള സ്ഥാനത്ത് പതിക്കപ്പെടുന്ന വിഷയം ഇന്നലെ വളരെ വ്യക്തമായി. മാർഗോപകണ്ഠമപി അതിപ്പോ ഗ്രാമാഗച്ഛതികാന്നം ഹിമകര ഗ്രാമോ വനാദ്ഭാർഗവ സ്വയം ഗാതജലേ ചരേത് പുനരഗാദാംബസ്സുഡൂനാംപതി. അപ്പം ഒന്ന് ഗാധജലം എന്താണ് ഈ മറ്റേ മുങ്ങിക്കുളിച്ചു പോകുന്ന ഗാധജലമാണ്, ഒന്ന് അഗാധമായ അമ്പസ്സാണ്. ഈ 2 വ്യത്യാസവും നമുക്ക് ഈ ജലാശയത്തിന്റെ വിഷയത്തില് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ 2 വിശേഷമായിട്ടുള്ള തീർത്ഥങ്ങളുടെ ഉദ്ഭവസ്ഥാനം തെക്ക് കിഴക്ക് ഭാഗത്താണെന്നും അതിന്റെ പതിതമായിട്ടുണ്ടാവുന്ന അതിന്റെ പതനസ്ഥാനം വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് എന്നും പറയുന്ന സമയത്ത് ഈ രേഖയായിട്ട് ഒരു മാർഗോപകണ്ഠം തോയ നിധാനം മാർഗോപകണ്ഠം തോയ നിധാനത്തിന്റെ വെള്ളത്തിന്റെ നിധാനത്തിന്റെ മാർഗമായിട്ട് ഇതിനെ കാണുന്നതുണ്ട്. ഉണ്ട്. അതെ അതെ. അപ്പോ അത് മീനം രാശി ആവുന്ന സമയത്ത് എവിടെയാണ് താൻ ഇരിക്കേണ്ടത്? ഈ ഭഗവതിക്ക് ക്ഷേത്രം നിർമ്മിക്കുന്നത് എവിടെയാണ്? നദ്യംഭോനിധി തീർത്ഥപുണ്യ വിഭുത ക്ഷ്മാ ദേവഭൂമ്യാം ഝഷേ. ഈ ആ പ്രമാണത്തില് ഈ നദ്യംഭോനിധി തീർത്ഥപുണ്യ വിഭുതക്ഷ്മ, ഈ നദിയെ പറഞ്ഞു, അംഭോനിധിയെ പറഞ്ഞു, തീർത്ഥത്തെ പറഞ്ഞു. തീർത്ഥ സ്വഭാവം എന്തായിരിക്കും? ഇതിലെ വ്യാഴത്തിന്റെ ബന്ധമുള്ളതുകൊണ്ട് വ്യാഴദൃഷ്ടിയുള്ളതായ ചന്ദ്രൻ അതിന്റെ തീർത്ഥ പവിത്രതയെയും
അദൃഷ്ടനായിട്ടുള്ള വ്യാഴത്താൽ അദൃഷ്ടനായിട്ട് വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ അതിന്റെ കർമ്മ വിഷയത്തെയും പറയേണ്ടതാണ്. ഇപ്പൊ തീർത്ഥം എന്ന് വെച്ചാൽ തീർത്ഥീകരിക്കുന്നതല്ലേ, തീർത്ഥീകരിക്കാൻ ഉപയോഗിക്കുന്നത്. തീർത്ഥീകരിക്കപ്പെട്ടതല്ലേ തീർത്ഥം. തീർത്ഥം എന്ന് പറഞ്ഞാല് തീർത്ഥീകുർവന്തി തീർത്ഥാണി. ഒരു തീർത്ഥം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ജലത്തെ മന്ത്രങ്ങളെ കൊണ്ടോ മറ്റു ക്രിയകളെ കൊണ്ടോ തീർത്ഥീകരിക്കുക, അഥവാ വിശേഷ ദേവതാ പാദസ്പർശാദികളെ കൊണ്ട് തീർത്ഥീകരിക്കുക, ഋഷീശ്വര പാദസ്പർശാദികളെ കൊണ്ട് തീർത്ഥീകരിക്കുക. അതായിരിക്കുമല്ലോ തീർത്ഥം. പ്രകൃതിജന്യമായിട്ട് തീർത്ഥീകരിക്കുക. പ്രകൃതിജന്യമായിട്ട് ഉത്ഭവിച്ച ജലത്തെ തീർത്ഥം എന്ന് കൽപ്പിക്കുകയാണല്ലോ. ജലം ആണല്ലോ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. അതെ, അതിന് ഒന്നുമില്ല. ഏത് ഈ ഓരോന്നുമില്ല, നാച്ചുറലായി. ഇപ്പം ഗംഗ എന്തുകൊണ്ടാണ് തീർത്ഥാണെന്ന് പറയുന്നത്? അത് ശിവന്റെ ജടയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ള മഹത്വം കൊണ്ട് മാത്രമേ ഉള്ളൂ, കൽപ്പനയുള്ളൂ. ഈ തീർത്ഥത്തിന് വേണമെന്ന് കൽപ്പന വേണമെന്നുള്ളതാ ചോദ്യം. വേണ്ട. കാരണം നദ്യംഭോനിധി തീർത്ഥപുണ്യ വിഭുത ഈ ഭൂമിയുടെ പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് മിഥുനം രാശിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജലം തീർത്ഥമാണ്. അതിന് തീർത്ഥീകരിക്കേണ്ട ആവശ്യം മന്ത്രത്തിനെ കൊണ്ടില്ല. അതുണ്ട്. അത് ഗൂഢമായ മാർഗത്തിലൂടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പതിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജലാശയവും ഉണ്ട്. എന്നാൽ ഏതൊരു സ്ഥാനമാണോ ശില്പശാസ്ത്രം പരിശോധിച്ച് ശില്പശാസ്ത്രത്തിന് അനുയോജ്യമായ സ്ഥാനമായിട്ട് കണക്കാക്കുന്നത്, അവിടെ ഈ ദേവതയുടെ ആചരണത്തിന് ഈ തീർത്ഥത്തെ ഉപയോഗപ്രദമാക്കേണ്ടതുണ്ട്. അതാ ഭാവിയില് അത് ഇന്നലെ പറഞ്ഞല്ലോ ഒരു വിശിഷ്ടമായ ഒരു താമസന്റെ ബന്ധത്തിലൂടെ തീർത്ഥം ഉത്ഭവിച്ചതാണ് ഇന്നലെ. അപ്പൊ അതുകൊണ്ടാണ് രണ്ടാമത് അത് ഇതിന് ഉപയോഗിക്കാം. അത് ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണ്. ഒരു തീർത്ഥമായി പരിണമിച്ചത് അങ്ങനെ ഒരു വ്യക്തിയുടെ അതല്ല, ഇതൊന്നല്ല പറയുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഒരു രഹസ്യ തീർത്ഥമുണ്ട്. ആ തീർത്ഥത്തിന്റെ തീർത്ഥത്വം എന്ത് എന്നുള്ളത് ഇനി അന്വേഷിക്കണം. നമുക്ക് അന്വേഷിക്കാം. നിൽക്കട്ടെ. അവിടുന്ന് ഉത്ഭവിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പതിക്കപ്പെടുന്നു. അത് ആയിക്കോട്ടെ. അതിലൊന്ന് നമ്മൾക്ക് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിയാകാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പോരാ. ആ തീർത്ഥത്തെ ഇതിന്റെ ഏത് ഭാഗത്താണോ ക്ഷേത്ര നിർമ്മാണം ചെയ്യുന്നത് അവിടെ നദ്യംബോനിധി തീർത്ഥപുണ്യ വിഭുത ആ ഭൂമിയിൽ ഈ തീർത്ഥം കൊണ്ട് പുണ്യമായി കൊണ്ടിരിക്കണം എല്ലാ സമയത്തും. അത് ഇന്നലെ പറഞ്ഞതിനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള മാർഗത്തിലൂടെ ആ തീർത്ഥത്തെ നിരന്തരം ഈ സങ്കേതത്തിൽ ഒരു പുണ്യസ്ഥാനമായിട്ട്, ആ തീർത്ഥം കൊണ്ട് പുണ്യമായിട്ടുള്ള ഒരു ജലാശയമായിട്ടോ ഒരു തടാകം പോലെയോ ഒരു കിണറായിട്ടോ ക്രിയേറ്റ് ചെയ്ത് ആ ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവുന്ന തീർത്ഥം കൊണ്ട് വേണം ഈ ദേവതയെ അഭിഷേകാദികളെ കൊണ്ടും അർച്ചനകളെ കൊണ്ടും പവിത്രമാക്കിക്കാൻ. അത് കുറച്ച് കുറച്ച് റിസ്ക് ആയിരിക്കാം, പക്ഷെ സാധിക്കും.